Again now, um, am I audible? Yes, sir. And screen കാണാൻ വിചാരിക്കുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. So yesterday we were discussing about the fluid kinetics. Fluid kinetics എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്നലെ ഡീൽ ചെയ്തത്. അപ്പോൾ അതിനകത്ത് തന്നെ എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്? ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ നെറ്റ്. ആദ്യം പ്രഷർ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ് ഒരു മോഷൻ, ഒരു ഫ്ലൂയിഡ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് നമ്മൾ കണ്ടു. നമ്മൾ 5 ടൈപ്സ് ഓഫ് ഫോഴ്സസ് കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നെറ്റ് ഫോഴ്സസ് ഇക്വേഷൻ ഉണ്ടാക്കി. പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ടൈപ്പ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ കണ്ടു. ഫസ്റ്റ് വൺ ഈസ് റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ, ദെൻ സെക്കൻഡ് വൺ ഈസ് Navier-Stokes, and third one is Euler's equation. Euler's equation നമ്മൾ ഇന്റഗ്രേറ്റഡ് ആണ്. Bernoulli's equation ഉണ്ടാക്കുന്നത്. Bernoulli's equation എന്ന് പറഞ്ഞാൽ deals with the conservation of energy, P by rho g plus V square by 2g plus z is equal to constant. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് കണ്ടു. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? വെഞ്ചുറി മീറ്റർ, ഓർഫൈസ് മീറ്റർ, പിറ്റർ ട്യൂബ്, ഇതായിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വെഞ്ചുറി മീറ്റർ ആൻഡ് ഓർഫൈസ് മീറ്റർ is used to measure the rate of flow, മറ്റേത് വെലോസിറ്റി. പിറ്റർ ട്യൂബ് വെലോസിറ്റി, ദെൻ അതിന്റെ ഇക്വേഷൻസ് പഠിച്ചു. ദെൻ നമ്മൾ നോസസ്, ഓറിഫൈസ് ഇതെല്ലാം കണ്ടു. ഓക്കെ, ആൻഡ് നമ്മൾ ജസ്റ്റ് ഫ്ലൂയിഡിന്റെ ഫ്ലോ ത്രൂ പൈപ്സിൽ 2 പോർഷൻ കഴിഞ്ഞിരുന്നു. ലോസസ് ഓഫ് എനർജി, ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ് ആൻഡ് ദി റെയ്നോൾഡ്സ് നമ്പർ, പിന്നെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ്. ഇന്നലെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുവരുന്നു. ഓക്കെ, അതിന്റെ ഒരു റെക്കോർഡഡ് വീഡിയോ ഞാൻ സാറ്റർഡേക്കുള്ളിൽ തരാം. പക്ഷെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അതായത് കണ്ടിന്യൂഷൻ പാട്ടൊന്നുമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ടുഡേ വി ഗോയിങ് ടു ഡീൽ വിത്ത് ദി, അപ്പോൾ നമ്മൾ ലോസ് ഓഫ് പൈപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് നോക്കാം. അപ്പൊ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി it is the line connecting the sum of pressure head and datum head. Okay, pressure headും datum headും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് എന്ത്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത്. സോ പി എസ് സിക്ക് ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് എന്ന് പറയുന്നത് പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പി ബൈ റോ ജി പ്ലസ് സെഡ്. പി ബൈ റോ ജി പ്ലസ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ പീസോമെട്രിക് ഹെഡ്. സോ ദി ലൈൻ കണക്ടിങ് ദ പീസോമെട്രിക് ഹെഡ് ഈസ് നോൺ ആസ്. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ, അപ്പൊ ടോട്ടൽ എനർജി ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഉണ്ടാവും. സോ അപ്പൊ പീസോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പി ബൈ റോ ജി പ്ലസ് സെഡ് ആണ്. ഓക്കെ, സോ അത് നോട്ട് ചെയ്യുക. ടോട്ടൽ എനർജി ലൈൻ. ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ കൺസിഡർ ചെയ്യുന്ന 3 എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആഡ് ചെയ്തിട്ട് that is defined as the sum of pressure head, datum head and kinetic head of fluid flowing through a pipe with respect to some reference line. ഒരു റെഫറൻസ് ലൈനെ ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ഈ പറയുന്ന പ്രഷർ ഹെഡും ഡാറ്റം ഹെഡും കൈനറ്റിക് ഹെഡും നമ്മൾ മെഷർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ that's about the total energy line, and so this is hydraulic gradient line and total energy line എന്താണെന്ന് നമ്മൾ കണ്ടു. Now we can see the pipe connected in series or compound pipes. Okay, അപ്പോൾ see this figure, എല്ലാവർക്കും ഈ ഫിഗർ കാണാമെന്ന് വെച്ചിരുന്നു. ഇതൊരു ഫിഗറിൽ എന്താണ്? പൈപ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു പൈപ്പ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് diameter, length, etc. is different for different pipes. ഈ ഓരോ പൈപ്പിനും different diameters ആണ്, different length ആണ്, etc. So let L1D1 be the diameter and length of the first pipe. Second pipe connect ചെയ്തത് L2D2 ആണ്, L3D3 ആണ്. Okay, and this connection is said to be in parallel series. Okay, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഓരോന്നിന്റെ എൻഡിലും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു. അപ്പൊ അതിനാണ് സീരീസ് എന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ. സീരീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. നൗ ഐ ഹാവ് ഗോട്ട് ഹെഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഹെഡ് ലെവൽ. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് വാട്ടർ ലെവൽ ഇൻ 2 ടാങ്ക്സ്. 2 ടാങ്ക്സ് തമ്മിലുള്ള ആ ഒരു വാട്ടർ ഡിഫറൻസിനാണ് എന്ന് പറയുന്നു, ഹെഡ് ഡിഫറൻസിനാണ് എച്ച്, ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് one more thing we have to infer from here is the discharge is constant. Okay, we know the continuity equation, and
through these pipes, the discharge is constant. Q is always constant. കാരണം area ഇവിടെ വന്നാലും velocity is compensating. We know that A1 V1 is equal to A2 V2. So as per the continuity equation, this discharge is always constant. Okay. And so നമ്മൾ ഈ പൈപ്പ് കണക്ഷൻ സീരീസ് നമ്മൾ കോമ്പൗണ്ട് പൈപ്സും കൂടി വിളിക്കാറുണ്ട്. And this formula, now the important part is this formula. ഈ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻസ് പൈപ്സ് ഇൻ സീരീസിന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് ക്യാപിറ്റൽ H ഈസ് ഈക്വൽ ടു 4f/2g into L1 V1 square by D1 plus L2 V2 square by D2 plus L3 V3 square by D3. ഓക്കെ, അപ്പൊ രണ്ട് പൈപ്പാണ് തന്നിട്ടുണ്ടെങ്കിൽ L1 V1 square plus L2 V2 square ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എഫ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. So that's about the pipes connected in series, or അത് നമ്മൾ compound pipes കൂടി വിളിക്കും. ഇനി ഒരു പൈപ്പ്, if a compound pipe is replaced by a pipe of uniform diameter, then it is called equivalent pipe. അപ്പൊ equivalent pipe എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, see, ഈ ഒരു കോമ്പൗണ്ട് പൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ പൈപ്സിനെയും ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് എ പൈപ്പ് ഓഫ് യൂണിഫോം ഡയമീറ്റർ. ഇതിനെ എല്ലാം ഒരു യൂണിഫോം ഡയമീറ്റർ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്ത് അതിനോട് ഇക്വലന്റ് ആക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്വലന്റ് പൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, if a compound pipe is replaced by a pipe of uniform diameter, അപ്പൊ ഇത് നമ്മൾ അറിയാം, ഇപ്പൊ D1 ഇവിടെ D2 ഇവിടെ D3 എല്ലാ ഡയമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഈ ടാങ്ക് എ നിന്ന് ടാങ്ക് ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു യൂണിഫോം പൈപ്പാണ്. ആ പൈപ്പിനെ നമ്മൾ ഒരു യൂണിഫോം ഡയമീറ്റർ ഉള്ള പൈപ്പ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഏകദേശം സെയിം ഏരിയ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വലന്റ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കാം. സോ ഇക്വലന്റ് പൈപ്പ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. Now we have the flow through parallel pipe. Okay, parallel pipes എന്ന് പറഞ്ഞാൽ എന്താണ്? So parallel pipes, this is the arrangement for the parallel pipes, and there's a pipe and at some distance this pipe is branching into two parts. Okay, രണ്ട് pipe ആയിട്ട് ഇത് branch out ചെയ്യുന്നുണ്ട്, and again it is converging into same. So this arrangement is called the flow through the parallel arrangement എന്ന് പറയുന്നത് ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. And here we have the discharge Q, and when this discharge, or when this flow of water is diverting into two branches, then this discharge will be different. ഇവിടെ Q1 ആയിരിക്കും, ഇവിടെ Q2 ആയിരിക്കും, and this is Q. So the discharge are different for different pipes. ഓരോന്നിനും എന്താണ്, discharge is not same in all pipes. Okay, and the loss of head, but the loss of head, ഇവിടുത്തെ ആ loss of head എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് HF is equal or is same here. Okay, HF എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. So if HF is same, then F1 is equal to F2. That is coefficient of friction in the pipe 1 is branch pipe 1 is equal to coefficient of friction of branch pipe 2. Okay, then F1 is equal to F2, and if F1 is equal to F2, then we can equate this like this: L1 V1 square divided by 2 into G into D1, which will be equal to L2 V2 square by 2G D2. Okay, so FLV square F മാത്രം ഇതില്ല. സോ ബാക്കിയെല്ലാം നമ്മൾ HF എന്ന് പറഞ്ഞ ഒരു ലോസ് ഓഫ് ഹെഡിന്റെ ഫോർമുല വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു, because loss of head is in each branch is same. Okay, now there's an important formula, that is power transmitted through pipe. എത്രമാത്രം പവർ അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദി പൈപ്പ്, which is in watts, will be equal to the weight of water flowing in Newton per second into head of water in meter. Okay, so weight of water flowing in Newton per second into head of water in meter. അതാണ് എന്ത്, നമുക്ക് പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ പൈപ്പ് കിട്ടണമെങ്കിൽ weight of water flowing in Newton per second into head of water ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം, പവർ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാം. ഓർ എൽസ് നമുക്ക് ഇതിന്റെ ഈ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പഠിച്ചു വെക്കാവുന്നുള്ളൂ. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാവുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ എ പൈപ്പ്.
മാക്സിമം എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ എ പൈപ്പ് എന്ന് പറഞ്ഞാൽ 66.67% ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 66.67% എന്ന് പറയുന്നത്. അത് ഇതേപോലെ തന്നെ ഒരു എക്സാം ചോദിച്ചിട്ടുണ്ട്, മാക്സിമം എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ എ പൈപ്പ്. അപ്പോൾ ഓപ്ഷനിൽ 67.67 ഉണ്ടായിരുന്നു, 50, 100 അതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ദ ആൻസർ is 66.67. So that's about the flow through pipes. അപ്പോൾ ഫ്ലോ ത്രൂ പൈപ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ ആയിട്ടുള്ളത് ലോസസ് ഇൻ പൈപ്സ്, പിന്നെ അതിന്റെ മേജർ ലോസും മൈനർ ലോസും അതെന്താണെന്ന് അതിന്റെ ഫോർമുലാസ് പഠിക്കുക. ദെൻ ഫ്ലോ ത്രൂ സീരീസ് പൈപ്പ് ആൻഡ് ഫ്ലോ ത്രൂ പാരലൽ പൈപ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇക്വേഷൻസ് ഫോർമുലാസ് പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, now we are moving to the another theory, that is theory of boundary layer. Okay, നമ്മളത് FM1 നമ്മൾ പഠിച്ചേക്കുന്ന ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് കട്ടായി വീണ്ടും. ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Okay. Okay, so let me explain this boundary layer with the help of this figure. Okay, so this is a solid body. Okay, this is a solid body and a fluid, let's say a water fluid, നമ്മൾ വാട്ടർ എടുക്കുന്നു, is moving with a velocity capital U, or a fluid is moving with a velocity called free stream velocity and which is denoted by capital U. Okay, അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നു, ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നു, and there is a solid body here. There is a solid body resting here, and when it approaches the solid body, എന്ത് സംഭവിക്കും? This fluid എന്ന വാട്ടറിനകത്തേക്ക് കുറച്ച് സ്റ്റിക്ക് ചെയ്തിരിക്കും. സോളിഡ് ബോഡിയിലേക്ക് ഇത് ഒബ്സ്ട്രക്ഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന കുറച്ച് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. ഓക്കെ, സോ ഈ ഒരു സോളിഡിലൂടെ എന്താണ് മുകളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്, ആൻഡ് സം ഓഫ് ദീസ് ഫ്ലൂയിഡ്സ് ആർ സ്റ്റിക്കിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് സോളിഡ് ബോഡി റെസ്റ്റിലാണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ആ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ബട്ട് ഇഫ് യു മൂവ്, അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ യു ആണ്. ഓക്കെ, ക്യാപിറ്റൽ യു ആണ്. ബട്ട് ഡ്യൂ ടു സബ്സ്ട്രക്ഷൻ സം ഓഫ് ദി ഫ്ലൂയിഡ് ഈസ് ഗെറ്റിംഗ് ദി വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആവുന്നു. But as the depth increases from the boundary of the solid body, this u is getting increased. അപ്പോൾ u എന്ന് പറയുന്നത് ഒരു ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. u എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും ഫ്രം this ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വീണ്ടും കട്ടായപ്പോൾ ഞാൻ ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നത് വിശ്വസിക്കുന്നു. സോ സോളിഡ് ബോഡി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ കുറച്ച് ഫ്ലൂയിഡ് ഇതിനകത്തേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. അപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് as the depth increases from the boundary of the solid body, എന്താണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ആൻഡ് at a particular point എന്ത് സംഭവിക്കും? At a particular point this velocity, this water, this fluid attains the free stream velocity. നേരത്തെ ഏത് വെലോസിറ്റിയിലാണ് ഫ്ലോ ചെയ്തത് ആ ഒരു വെലോസിറ്റിയിലേക്ക് ഇതെത്തും. At a certain
ഡെപ്ത് അറ്റ് എ സർട്ടൈൻ ഡെപ്തിൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റി നേരത്തെ ഉള്ള വെലോസിറ്റി എത്രയാണോ അത്രയും തന്നെ ഇതിനകത്തേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു പോർഷൻ, അതായത് ദ ഫ്ലൂയിഡ് വിച്ച് ഈസ് which have a velocity 0 and then is gradually increasing to the free stream velocity. So ഈ ഒരു പോർഷൻ, അതായത് ആ ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആണ് എന്ത്, ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. സോ ബൗണ്ടറി ലെയർ ഇസ് ദ റീജിയൻ ഇൻ വിച്ച് ദ വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ വെലോസിറ്റി. ഓക്കെ, അതായത് ഇവിടുന്ന് സീറോയിൽ തുടങ്ങി ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്ത് യു വരെ എത്തുന്ന ആ ഒരു പോയിന്റ്, അതാണ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഇത് നമ്മൾ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നു. ഓക്കെ, സോ ഇവിടെ മാത്രമാണ് എന്തുള്ളത്, വെലോസിറ്റി ഗ്രേഡിയന്റ് ഉള്ളത്. അപ്പോൾ ദിസ് വിച്ച് മീൻസ് ഈ ഒരു റീജിയൻ, ഈ ഒരു ബൗണ്ടറി ലെയറിന്റെ റീജിയനിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും വൺ തിങ് can be infer from here. വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is shear stress also exist. shear stress എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കും, this boundary layer ആയിരിക്കും. സോ നമുക്കറിയാം shear stress is directly proportional to the velocity gradient. So we know that so shear stress also exists here. ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ shear will be 0. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ കേൾക്കാം. ഇടയ്ക്ക് കട്ടായി പോയി. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബൗണ്ടറി ലെയറിനെ കുറിച്ചാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. when a real fluid flow past a boundary layer, a layer of fluid which comes in contact with the boundary surface adheres to the it on account of viscosity. ഓക്കെ, അതായത് ചെറിയ ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അതിനകത്തേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യും, അല്ലെങ്കിൽ അഡ്ഹിയർ ആ ബൗണ്ടറി സർഫസിലേക്ക് അഡ്ഹിയർ ചെയ്യും. ഓക്കെ, since this layer is fluid cannot slip away from the boundary surface, it attains the same velocity as that of the boundary. അപ്പോൾ ബൗണ്ടറി സ്റ്റേഷനറി ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഫ്ലൂയിഡ് വെലോസിറ്റി അറ്റ് ദി ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. and then thus at the boundary surface the layer of the fluid undergoes retardation. അപ്പോൾ ആ ഒരു റീടാർഡേഷൻ സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഫ്ലൂയിഡ് ഒരു ബൗണ്ടറി ലെയർ മൂലം, ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ഒബ്സ്ട്രക്ഷൻ മൂലം അവിടെ റീടാർഡേഷൻ സംഭവിക്കുന്നുണ്ട്. therefore in the immediate vicinity of the boundary surface the velocity of the fluid increases gradually from 0 to the velocity of the mainstream. ഓക്കെ, വെലോസിറ്റി ഓഫ് മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. നേരത്തെ അപ്രോച്ച് ചെയ്ത വെലോസിറ്റി എത്രയാണോ അത് തന്നെ എന്താണ്, അത് അച്ചീവ് ചെയ്യും. അപ്പൊ അത്രയും ആ ഒരു പോർഷൻ അച്ചീവ് ചെയ്യുന്ന 0 to എന്താണ് യു വേരി ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ആ ഒരു ഓഡിയോ ഇഷ്യൂ ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അല്ല ഇപ്പൊ ഹലോ, ഓക്കെ. സോ കേൾക്കാൻ പറ്റുന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ദെൻ നൗ വി ക്യാൻ അടുത്ത കാര്യമായിട്ട് എന്താണ് കോസസ് ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ, എന്തുകൊണ്ടാണ് ഈ ഒരു ബൗണ്ടറി ലെയർ ഉണ്ടാകുന്നത്. സോ ലാർജ് വെലോസിറ്റി ഗ്രേഡിയൻ, അതായത് വെലോസിറ്റി ഗ്രേഡിയൻ ലീഡിങ് ടു ദി അപ്രീഷിയബിൾ ഷിയർ സ്ട്രെസ്. അപ്പോൾ ഷിയർ സ്ട്രെസ് ഫോം ചെയ്യുന്നുണ്ട്, ബൗണ്ടറി ലെയർ മൂലം ഷിയർ സ്ട്രെസ് ഫോം ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 layers. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എ ക്ലോസ് ടു ദി ബൗണ്ടറി. ലാർജ് വെലോസിറ്റി ഗ്രേഡിയന്റിലായിരിക്കും ഏറ്റവും ക്ലോസ്, ഈ ബൗണ്ടറിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നതിൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടാവുന്നത്. ആൻഡ് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ, ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി ലെയറിനുള്ള എന്താണ് ലാർജസ്റ്റ് വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ഔട്ട്സൈഡ് ദി ബൗണ്ടറി ലെയറോ വളരെ നെഗ്ലിജിബിൾ ആയിട്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എന്താണ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഷിയർ സ്ട്രെസ് നെഗ്ലിജിബിൾ ആയിരിക്കും, വിസ്കസ് ഫോഴ്സും നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, so the viscous forces are negligible and flow may be treated as non-viscous or inviscous. Okay, ഡെവലപ്മെന്റ് ഓഫ് ബൗണ്ടറി ലെയറിന്റെ ജസ്റ്റ് ഒരു ഫിഗർ ആണിത്. ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണത്. ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആൻഡ് ദ ലീഡിംഗ് എഡ്ജ്. ഇവിടെ ലീഡിംഗ് എഡ്ജിൽ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമിനാർ സോൺ. ഞാൻ ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. Let me connect this into the phone. Okay, 1 second. ഹലോ ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay, 1 second. Okay, so ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു, ഡെവലപ്മെന്റ് ഓഫ് ബൗണ്ടറി ലെയർ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ചാറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, എന്തോ നിങ്ങൾ അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഡെവലപ്മെന്റ് ഓഫ് ബൗണ്ടറി ലെയർ ജസ്റ്റ് ഒരു ഫിഗർ ആണിത്. സോ ഇതിനകത്ത്
there's a flat plate and a fluid with velocity u, that is a free stream velocity is approaching towards the flat plate. സോ അതിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലാമിനാർ ബൗണ്ടറി ലെയർ ആണ് ഫോം ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ലാമിനാർ സോൺ. അപ്പൊ ആ ലാമിനാർ സോണിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും എന്താണ് ഒരു പാരാബോളിക് ഷേപ്പിലാണ് എന്താണ് ഈ ഒരു ലാമിനാർ ബൗണ്ടറി പ്രൊഫൈൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒരു ലാമിനാർ ബൗണ്ടറി ലെയറിന്റെ പ്രൊഫൈൽ ഏതാണ് എന്നൊരു രീതിയിൽ. അപ്പൊ പാരാബോളിക് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആ ഒരു ട്രെൻഡ് അതാണ്. ഓക്കെ, ആ ഒരു വേരി ചെയ്യുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. നൗ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാൻസിഷൻ സോൺ, ഒരു ട്രാൻസിഷൻ സോൺ കാണുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇറ്റ് വിൽ അറ്റൈൻ ദി ടർബുലൻ, ഒരു ടർബുലൻ സോണിലേക്ക് കിടക്കും. ടർബുലൻ സോൺ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലെയറിൽ പറയുന്നത് ടർബുലൻ ബൗണ്ടറി ലെയർ ആണ്. ആൻഡ് ടർബുലൻ ബൗണ്ടറി പ്രൊഫൈൽ എന്ന് പറയുന്നത് ലോഗരിതമിക് പ്രൊഫൈൽ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതൊന്നും ഒരു അറിഞ്ഞിരിക്കാനുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബൗണ്ടറി ലെയറിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ബേസ്ഡ് ഓൺ സോൺ, അല്ല രണ്ടായിട്ട് തിരിക്കാം ബേസ്ഡ് ഓൺ സോൺ. ഫസ്റ്റ് വൺ ഈസ് ലാമിനാർ സോൺ, പിന്നെ അതിന്റെ നടുക്കുള്ള ട്രാൻസിഷൻ സോൺ ആൻഡ് ദെൻ ടർബുലൻ സോൺ. അപ്പൊ ലാമിനാർ സോണിൽ വരുന്നതിനാണ് ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു പ്രൊഫൈൽ, ബൗണ്ടറി ലെയർ പ്രൊഫൈൽ എന്ന് പറയുന്നത് പാരാബോളിക് ആയിരിക്കും. ആൻഡ് ടർബുലൻ ബൗണ്ടറി ലെയറിലെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ലോഗരിതമിക് ആയിരിക്കും. ഓക്കെ, so the boundary layer starts at the leading edge of a solid surface and the boundary layer thickness increases to the distance along the surface. Okay, അപ്പോൾ ആ ഒരു thickness increase ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൗണ്ടറി ലെയർ thickness പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്താണ് ഫ്രം ദി ആ ഒരു പ്ലേറ്റിൽ ആ ഒരു ഹൈറ്റ്. ഓക്കെ, ഇതിന്റെ near the leading edge of the solid surface where thickness is small, the flow is laminar. അപ്പൊ ആ ഒരു thickness സ്മോൾ thickness ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഫ്ലോ ലാമിനാർ ആണ്. ആൻഡ് ലാമിനാർ ബൗണ്ടറി ലെയർ ഈസ് അപ് ടു റെയ്നോൾഡ്സ് നമ്പർ പറയുന്നുണ്ട്. ആ ഒരു വാല്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ലാമിനാർ ബൗണ്ടറി ലെയറിന്റെ വരുന്ന ഒരു റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ വരെ പറയുന്നുണ്ട് 3 to 10⁵, അപ്രോക്സിമേറ്റ്ലി 3 to 10⁵ to 3.2 to 10⁵. അവിടം വരെയാണ് എന്ത് ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ആൻഡ് ഫോർ ലാമിനാർ ബൗണ്ടറി ലെയർ നമുക്ക് ഇക്വേഷൻസ്, അതായത് നമുക്ക് എന്താണ് ഇത് നോക്കുവാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ് ആണ് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലാമിനാർ സോണിൽ ഇപ്പൊ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. സെക്കൻഡ്, ഈ ഒരു ഇതാണ് എന്താണ് ലീഡിങ് എഡ്ജ്. എക്സ് എന്ന് പറയുന്നത് ലീഡിങ് എഡ്ജ് എന്ന് പറയുന്ന ഉള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി ലീഡിങ് എഡ്ജ്. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ്. ഓക്കെ, സോ ദിസ് ഈസ് എക്സ്. ലാമിനാർ സോണിൽ ഇതാണ് എക്സ് എന്ന് പറയുന്നത്. So for a laminar boundary layer, we have 5 into 10⁵ is equal to u into x by v. Sorry, nu. 5 into 10⁵ എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ ആണ് 5 into 10⁵ എന്ന് പറയുന്നത്. അത് എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന വാല്യൂ ആണ് 5 into 10⁵ എന്ന് പറയുന്നത്, which will be equal to capital U into x by nu. ഓക്കെ, ക്യാപിറ്റൽ യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീ സ്ട്രീം വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, ന്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദി ലീഡിങ് എഡ്ജ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം ചിലപ്പോ, വാട്ട് ഷുഡ് ബി ഡിസ്റ്റൻസ് ഫ്രം ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ്. നമുക്ക് വെലോസിറ്റിയും ഇതെല്ലാം തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ലാമിനാർ ബൗണ്ടറി ലെയറിന്റെ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നൗ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലാമിനാർ ബൗണ്ടറി പ്രൊഫൈൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇറ്റ്സ് പാരാബോളിക്. ആൻഡ് ആസ് ദ thickness of layer increases in the downstream direction, laminar layer becomes unstable, leading to a transition from laminar to turbulent boundary layer. Okay, so ഈ ഒരു thickness increase ചെയ്യുന്നതോറും എന്താണ് അത് അൺസ്റ്റേബിൾ ആകും. അതും എന്താണ് ലാമിനാർ ലെയർ എന്ന് പറയുന്നത് ടർബുലന്റ് ബൗണ്ടറി ലെയറിലായിട്ട് മാറും. ഓക്കെ, ദെൻ ടർബുലന്റ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് പ്രൊഫൈൽസ് ബിക്കം ലോഗരിതമിക് ആണ്. ലോഗരിതമിക് പ്രൊഫൈൽ അത് അച്ചീവ് ചെയ്യും. ദെൻ ടർബുലന്റ് ഫ്ലോ ഈസ് കാറ്റഗറൈസ്ഡ് ബൈ ഗ്രേറ്റർ ഇന്റർചേഞ്ച് ഓഫ് മാസ് മൊമെന്റം ആൻഡ് എനർജി വിത്തിൻ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്. നമുക്കറിയാം ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകൺട്രോൾഡ് ടൈപ്പ് ഒരു സിഗ്സാഗ് മാനറിൽ പോകുന്ന ഒരു ഫ്ലോ ആണ്. അപ്പൊ അതിന്റെ എന്താണ് മാസ് മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റം ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആയിരിക്കും കമ്പയർഡ് ടു ദി ലാമിനാർ ഫ്ലോ.
Then velocity profile is more uniform in turbulent boundary layer. നമുക്ക് കഴിഞ്ഞാൽ അറിയാം കുറച്ചും കൂടെ ഒരു യൂണിഫോം വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് ടർബുലന്റ് ബൗണ്ടറി ലെയറിന്റെയാണ്. ആൻഡ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഈസ് ഹയർ ഇൻ ടർബുലന്റ് ബൗണ്ടറി ലെയർ. അപ്പൊ ഈ പറയുന്ന വെലോസിറ്റി ഗ്രേഡിയന്റ് ടർബുലന്റ് ബൗണ്ടറി ലെയറിലായിരിക്കും എന്ത് കൂടുതൽ. ഓക്കെ, സോ വെലോസിറ്റി, അപ്പൊ അതുകൊണ്ട് തന്നെ ഷിയർ സ്ട്രെസ് കൂടുതലായിരിക്കും. ഓക്കെ, ഷിയർ സ്ട്രെസ് ഏറ്റവും കൂടുതൽ ലാമിനാറിലാണോ ടർബുലന്റിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഈസ് higher in turbulent boundary layer. Okay, so we have to infer from that that എന്താണ് compared to the laminar boundary layer, shear stress and the velocity gradient is higher in turbulent boundary layer. Okay, so അതുപോലെ തന്നെ ബൗണ്ടറി ലെയർ ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യത്തിലാണ്. ഫസ്റ്റ് വൺ ഈസ് ദ റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ സർഫസ് റഫ്നെസ്. സർഫസ് റഫ്നെസ്സിനും അതുപോലെ തന്നെ എന്താണ് റെയ്നോൾഡ്സ് നമ്പറിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബൗണ്ടറി ലെയർ ഫോർമേഷൻ എന്ന് പറയും. ഡിസ്റ്റർബൻസ് ഇൻ ദ ഫ്ലോ ആൻഡ് ഹിസ്റ്റൻസ് ദ ട്രാൻസ്മിഷൻ ഫ്രം ലാമിനാർ ടു ടർബുലന്റ്. അപ്പൊ ആ റഫ്നെസ് കൂടിയാൽ തന്നെ അറിയാം നമുക്ക് ആ ഒരു ഒബ്സ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഒബ്സ്ട്രക്ഷൻ തന്നെ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ ഷിയർ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും. സോ എന്താണ് ആ ഒരു ലാമിനാർ ഫ്ലോയിൽ നിന്ന് മാറി ടർബുലന്റ് ഫ്ലോയിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി കുറച്ച് ബൗണ്ടറി ലെയർ തിക്നെസ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഉള്ള ചെറിയൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇതുവരെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് വരെയാണ് ചോദിച്ചിരിക്കുന്നുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാലും നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളത് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് ആക്ച്വലി വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്താണ് സെയിം തന്നെയാണ്. നമ്മൾ ഈ ഒരു ഫിഗർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എക്സ് ആണ്. ഓക്കെ, ഇറ്റ്സ് വേരിയിങ് റെസ്പെക്ട് എക്സ് ഡിസ്റ്റൻസ് ഫ്രോം ദ ലീഡിംഗ് എഡ്ജ്. ഡെപ്ത് നമ്മൾ ഇസ് അക്രോസ് ദി അലോങ് ദി വൈ ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് യു എന്ന് പറയുന്നത് ക്യാപിറ്റൽ യു എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നെ. And this is delta laminar and this is delta turbulent. Okay, so turbulent laminar നമ്മൾ ഒരുമിച്ച് കാണിച്ചേക്കുന്നത് അതിനകത്ത് ഒരെണ്ണം ഡെൽറ്റ ലാമിനാർ തിക്നെസ് ഓഫ് ദി ലാമിനാർ, തിക്നെസ് ഓഫ് ദി ടർബുലന്റ് ലെയറുമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് ഈസ് അബൌട്ട് ദി ഈ പറയുന്ന എന്താണ് റെഫറൻസ് ലൈനിൽ നിന്ന്, അല്ലെങ്കിൽ സോറി റെഫറൻസ് ലൈൻ അല്ല, ബൗണ്ടറി, ആ ഒരു ബോഡിയുടെ ബൗണ്ടറിയിൽ നിന്ന് എന്താണ് വൈ ഡയറക്ഷനിലുള്ള ആ ഒരു ഡെപ്ത്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. സോ എന്താണ് ബൗണ്ടറി ലെയർ തിക്നെസ് നോക്കാം. സോ ദ വെലോസിറ്റി വിത്തിൻ എ ബൗണ്ടറി ലെയർ അപ്രോച്ചസ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി വാല്യൂ അസിംപ്റ്റോട്ടിക്കലി ആൻഡ് സോ ദ ലിമിറ്റ് ഓഫ് ബൗണ്ടറി ലെയർ ഈസ് നോട്ട് ഈസിലി ഡിഫൈൻഡ്. അപ്പൊ നമുക്ക് എന്താണ് ഈ പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത്ര കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റിയുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക്കലാണ്. അതായത് ആ ഒരു ഇൻഫിനിറ്റി നിന്ന് എന്താണ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ബൗണ്ടറിയിലെ വെലോസിറ്റിയുടെ കറക്റ്റ് വാല്യൂ അല്ലെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ആണ് പറയുന്നത്. സോ ഡെൽറ്റ ബിക്കംസ് ദി മെഷർ ഓഫ് തിക്നെസ് ഓഫ് എ റീജിയൻ ഇൻ വിച്ച് ദ മേജർ പോർഷൻ ഓഫ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേക്സ് പ്ലേസ്. അപ്പൊ നമുക്കറിയാം ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ തിക്നെസ് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് ആണ്. അപ്പൊ ബൗണ്ടറി ലെയറിനുള്ളിലാണ് മെജോറിറ്റി ആയിട്ട് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ എന്ന തിക്നെസ് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ബൗണ്ടറിയിൽ നിന്ന് ഒരു ബോഡിയുടെ ബൗണ്ടറിയിൽ നിന്ന് വൈ ഡയറക്ഷനിലുള്ള ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ തിക്നെസ് പറയുന്നത്, ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ ലാമിനാർ ഫ്ലോ ഇനി പറയാൻ പോകുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിരിക്കുന്നതാണ്. ഓക്കെ, സോ ഫോർ ലാമിനാർ ഫ്ലോ ബൗണ്ടറി ലെയർ തിക്നെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു x raised to 0.5 which means boundary x raised to 0.5 is root of x. Okay, ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോയിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എക്സ് ആയിരിക്കും. ആൻഡ് ഫോർ ടർബുലന്റ് ഫ്ലോ ബൗണ്ടറി ലെയർ തിക്നെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു x raised to 0.8. അപ്പൊ ലാമിനാർ ഫ്ലോയിലാണെങ്കിൽ റൂട്ട് എക്സ് ആയിരിക്കും ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ. ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആയിരിക്കും വേരി ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എക്സ്.
but for turbulent flow, delta is proportional to x raised to 0.8. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ അടുത്തതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആണ്. സോ ഈ ഡിസ്പ്ലേസ് നമുക്ക് പലതരത്തിലുള്ള ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, 3 ടൈപ്പ് തിക്നെസ് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ് ആൻഡ് എനർജി തിക്നെസ്. ഓക്കെ, സോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് നോക്കാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത് തിക്നെസ്, അതായത് നമുക്കറിയാം ഈ പറയുന്ന ഒരു വെലോസിറ്റി, ഒരു ഫ്ലൂയിഡ് അത് ഒരു ബോഡീനെ നമ്മൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ ഒരു ബോഡി അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഒബ്സ്ട്രക്ട് ചെയ്ത മൂലം നമ്മുടെ എന്താണ് ഒരു ബൗണ്ടറി ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ബൗണ്ടറി ലെയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് മൂലം there is a reduction in the mass flow rate, or there is a reduction in the flow rate of the liquid. അതായത് ആ ഒരു ഫ്ലൂയിഡിന് ഉണ്ടായിരുന്ന ഫ്ലോ റേറ്റിൽ റിഡക്ഷൻ സംഭവിച്ചു, കുറവ് സംഭവിച്ചു. എന്തുകൊണ്ട്? അവിടെ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്തു. ബൗണ്ടറി ലെയർ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? there is a body there due to the obstruction with the body, ഒരു ബൗണ്ടറി ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബൗണ്ടറി ലെയർ മൂലം എന്ത് സംഭവിച്ചു? there is a reduction in the flow rate of the liquid, flow rate of the liquid, okay, or the fluid. Okay, സോ അങ്ങനെ റിഡക്ഷൻ സംഭവിച്ച ഫ്ലോ റേറ്റിനെ ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. സോ ആ ഒരു റിഡക്ഷൻ ഫ്ലോ റേറ്റിൽ വന്ന റിഡക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആയിട്ടാണ്. ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ടു ദ ബൗണ്ടറി ബൈ വിച്ച് ദ ഫ്രീ സ്ട്രീം ഈസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ബൗണ്ടറി ലെയർ. ആ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്ത മൂലം ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ്. ആൻഡ് നമ്മളിവിടെ മെഷർ ചെയ്യുന്ന ഫ്ലോ റേറ്റിന്റെ റിഡക്ഷൻ ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു 0 to delta എന്ന് പറഞ്ഞ തിക്നെസ് ഇൻറ്റു 1 മൈനസ് യു ബൈ യു. യു എന്ന് പറയുന്നത് സ്മോൾ യു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ യു എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് എലമെന്റ് വെലോസിറ്റി. ഫ്ലൂയിഡ് എലമെന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏത് ബോഡിയാണോ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് അതാണ് ഫ്ലൂയിഡ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് എലമെന്റ് വെലോസിറ്റി, ഫ്രീ സ്ട്രീം യു, ക്യാപിറ്റൽ യു എന്ന് പറഞ്ഞാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി. സോ ഈ ഡെൽറ്റ സർ ഈസ് ഈക്വൽ ടു 0 to infinity 1 minus u by u into dy upon into dy. ഓക്കെ, അതാണ് ഡെൽറ്റ സ്റ്റാർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇക്വേഷൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ ഇക്വേഷനോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ഇതുവരെ ചോദിച്ചിട്ടില്ല. ബട്ട് ചോദിക്കാം സാധ്യതയുണ്ട്, കാരണം ദിസ് ഈസ് സ്റ്റിൽ ഇൻ ദ സിലബസ്. ഓക്കെ, നൗ അടുത്തത് മൊമെന്റം തിക്നെസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബൗണ്ടറി ലെയർ ഫോം, ഒരു ഫ്ലൂയിഡ് എലമെന്റ് ഉണ്ട്. ആ ഫ്ലൂയിഡ് എലമെന്റ് ഉള്ള കാരണം ആ ഒരു ഫ്ലോ ഓഫ് ഫ്ലൂയിഡിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന മൂലം ആ ഒരു ബോഡിയുടെ വിസിനിറ്റിയിലായിട്ട് ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നു. ആ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്ത മൂലം എന്താണ്? അവിടെ ഒരു മാസ് ഫ്ലോ അല്ല ഒരു ഫ്ലോ റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ അതേപോലെ തന്നെ ഫ്ലോ റേറ്റ് റിഡക്ഷൻ സംഭവിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഫ്ലൂയിഡ് മൊമെന്റം. ഓക്കെ, ഒരു മൊമെന്റം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് സംഭവിച്ചത്? ദർ ഈസ് ഓൾസോ ഹാപ്പൻ എ റിഡക്ഷൻ ഇൻ ദി മൊമെന്റം ടു. ഓക്കെ, അപ്പൊ ആ ഒരു മൊമെന്റം റെഡ്യൂസ് ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊമെന്റം തിക്നെസ് എന്ന് പറയുന്നത്. സോ മൊമെന്റം തിക്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്റ്റൻസ് measured perpendicular to the boundary of the solid body by which the boundary should be displaced to compensate for the reduction in momentum of the flowing fluid on account of the boundary layer formation. Boundary layer formation, boundary layer form ചെയ്തത് മൂലമുണ്ടായ momentum reduction, അതാണ് എന്ത്? momentum thickness എന്ന് പറയുന്നത്. Okay, and it have also got some kind of ഒരു equation ഉണ്ട്, theta is equal to 0 to delta u by u into 1 minus u by u into dy. ഇത് നേരത്തെ ചോദിച്ചതാണോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചോദിച്ചിട്ടില്ല, മൊമെന്റം തിക്നെസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. എനിവേ നമുക്ക് സിലബസ് ഉള്ളതാണ്, നമ്മളത് ഡീൽ ചെയ്യുന്നു. ഓക്കെ, സോ theta is equal to 0 to delta u by u into 1 minus u by u into dy. And energy thickness, and finally ഒരു തിക്നെസ് കൂടി ഉണ്ട്, എനർജി തിക്നെസ്. എനർജി തിക്നെസ് is denoted by delta star star. Okay,
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോ റേറ്റിൽ റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് വിളിച്ചു. മൊമെന്റത്തിൽ റിഡക്ഷൻ സംഭവിച്ചു, അതിന് നമ്മൾ മൊമെന്റം തിക്നെസ് പറഞ്ഞു. ഇനി എനർജി തിക്നെസ് പറയുമ്പോഴത്തേക്കും ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ, അതായത് റിഡക്ഷൻ ഇൻ ദ കൈനറ്റിക് എനർജി. ആ ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡ് ആ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്ത് മൂലം ഉണ്ടായ കൈനറ്റിക് എനർജിയിൽ ഉണ്ടായ റിഡക്ഷൻ, അതാണ് എന്ത് എനർജി തിക്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാവ് ഓൾസോ ഗോട്ട് വൺ കൈൻഡ് ഓഫ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ സ്റ്റാർ സ്റ്റാർ ഈസ് ഈക്വൽ ടു 0 to delta u by u into 1 minus u square by u square into dy. ഓക്കെ, അപ്പൊ ഇതാണ് 3 ഇക്വേഷൻ, ദ തിക്നെസിന്റെ ഇക്വേഷൻ. സോ ദാറ്റ്സ് അബൌട്ട് ദി ഫ്ലൂയിഡ് മെക്കാനിക്സ് 1. ഫ്ലൂയിഡ് മെക്കാനിക്സ് 1 നമ്മളിവിടെ കഴിയുകയാണ്. ഓക്കെ, ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിന്ന് പറയാം. Or else we can proceed. ഓക്കെ, സോ ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ബൗണ്ടറി ലെയർ ആ ഒരു ഫ്ലൂയിഡ് ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഒരു ബോഡി ഉണ്ട്, ആ ഒരു ബോഡി ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുന്നു. ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ഓക്കെ, 1 സെക്കൻഡ്. ഇപ്പൊ ഓക്കെ ആണോ നോക്കി? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി? ഹലോ, പറ്റുന്നുണ്ട് സാർ. ഓക്കെ, ഫൈൻ ഫൈൻ. ഞാൻ ആ സെറ്റിംഗ്സിൽ ഇത് മാറ്റി, അത് ഓട്ടോമാറ്റിക്കലി എന്തോ സംഭവിച്ചാണ്. ഓക്കെ, ആരാണ്? ഓക്കെ, താങ്ക് യു. ദെൻ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ ഉള്ളതിൽ? ഓക്കെ ആണോ? ഇപ്പൊ ബൗണ്ടറി ലെയർ അതേ ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പഠിക്കുക. ഇതിന്റെ ന്യൂമറിക്കൽസ് അത്രയും ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മളെ പറഞ്ഞ ഇക്വേഷനെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാമോ? Shall we proceed? Yes, sir. Okay. Yes, sir. So let's move to the open channel. Okay, open channel flow. Open channel flow നമ്മൾ ബിടെക്കിന്റെ പഠിച്ച അതേ ഫുൾ സിലബസ് ഒന്നുമില്ല, ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഓപ്പൺ ചാനൽ? ഓപ്പൺ ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഫസ്റ്റ് അത് പറയാനെടുത്ത ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്താണ് ദ ഫ്ലോ, അതൊരു അറ്റ്മോസ്ഫറിക് പ്രഷറിൽ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓപ്പൺ ചാനൽ എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ ഇസ് എ കൺഡ്യൂട്ട് വിച്ച് ദ വാട്ടർ ഫ്ലോസ് വിത്ത് എ ഫ്രീ സർഫസ്, അതായത് അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് നമ്മൾ ആ ഒരു ഫ്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ ഓപ്പൺ ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുമ്പോൾ തന്നെ അറിയാം കനാൽസ്, റിവേഴ്സ്, അല്ലെ, ഓഷ്യൻ, ഇതെല്ലാം എന്താണ് ഓപ്പൺ ചാനലിൽ പെട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെ? ആൻഡ് നൗ ബേസ്ഡ് ഓൺ ദി എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്സ് ഓഫ് ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ. എന്താണ് ടൈപ്സ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്? അപ്പോൾ ഓപ്പൺ ചാനൽ നമുക്ക് ആദ്യം നമ്മൾ പൈപ്പ് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തപോലെ തന്നെ എന്താണ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, then uniform varied flow. Varied flow എന്ന് പറഞ്ഞാൽ നോൺ യൂണിഫോം ഫ്ലോ തന്നെ. ആൻഡ് ഗ്രാജുവലി ആൻഡ് റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ. ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ. ഇത് എത്രയാണ് എന്താണ് ഇത്രയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ. നോൺ യൂണിഫോം ഫ്ലോ തന്നെയാണ് വേരിയഡ് ഫ്ലോ, ദെൻ ഗ്രാജുവലി
varied flow and rapidly varying flow. Okay. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓപ്പൺ ചാനൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് ഈ പറയുന്ന റിവേഴ്സ് വാട്ടർ കനാൽസ് അതിലേക്ക് ആ ഒരു ഫ്ലോനാണ് നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വെച്ചിട്ടാണ് ഇതാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ബാക്കി ഇപ്പോൾ ഫ്ലോ ത്രൂ പൈപ്സിലൊക്കെ ആണെങ്കിൽ എന്താണ് ഒരു ഓപ്പൺ അറ്റ്മോസ്ഫിയർ അല്ല, നമുക്കറിയാം ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ഒരു കണ്ടിന്യൂറ്റിലാണ് അത് മൂവ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു മൂവ്മെന്റ് ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യുന്ന ഡിഫറൻസ് ഇൻ പ്രഷർ ആ ഒരു ഇതിലുള്ള ഡിഫറൻസ് മൂലമാണ് എന്ത് ചെയ്യുന്നത് അത് ഫ്ലോ ചെയ്യുന്നത്. ബട്ട് ഹിയർ ദ വാട്ടർ ഇസ് മൂവിങ് അല്ലെങ്കിൽ ദ ഫ്ലോ ഈസ് ത്രൂ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ. സോ ഫസ്റ്റ് ഓൺ സ്റ്റഡി ഫ്ലോ. അപ്പോൾ സ്റ്റഡി ഫ്ലോ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഡെഫിനിഷൻ തന്നെയാണ്. എന്താണ് ദാറ്റ് ഈസ് ദ ഫ്ലോ പാരാമീറ്റേഴ്സ് such as depth of flow, velocity of flow and rate of flow should not change with respect to time. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇറ്റ് ഈസ് ഓൾവേസ് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് എന്ത് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. ടൈമിന്റെ ഫംഗ്ഷൻ ആണ് സ്റ്റഡി ഫ്ലോ, അല്ലെങ്കിൽ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ആൻഡ് these characteristics, the flow parameters or the flow characteristics do not change with respect to time. അതാണ് എന്ത് സ്റ്റഡി ആൻഡ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ. it should the dv by dt or dq by dt or dy by dt not equal to 0. അതാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്, അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. Now we can talk about the uniform flow. എന്താണ് യൂണിഫോം ഫ്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എന്താണ് ഫംഗ്ഷൻ ഓഫ് സ്പേസ്. ഒരു സ്പേസിൽ ഒരു ഫംഗ്ഷൻ ആണ്. അതായത് ഫോർ എ ഗിവൺ ലെങ്ത് അല്ലെങ്കിൽ ഒരു ഗിവൺ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വെലോസിറ്റി ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിമെയിൻസ് കോൺസ്റ്റന്റ്. അങ്ങനെ ഉള്ള ഫ്ലോനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഡെഫിനേഷൻ തന്നെ, ദാറ്റ് ഈസ് dy by dx ഈക്വൽ ടു 0 ഓർ dy by dx ഈക്വൽ ടു 0. അപ്പോൾ സ്പേസിനെ ബേസ് ചെയ്തിട്ട് വേറെയുള്ള ഫംഗ്ഷൻ ആണ് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, ദാറ്റ് ഷുഡ് നോട്ട് ബി കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അടുത്തത് നോൺ യൂണിഫോം ഫ്ലോ. നമുക്ക് പിന്നെ അപ്പൊ നോൺ യൂണിഫോം ഫ്ലോനെ നമ്മൾ വേരിയഡ് ഫ്ലോ എന്ന് കൂടി പറയും അല്ലെ. അപ്പൊ നോൺ യൂണിഫോം ഫ്ലോനെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ ആൻഡ് ഗ്രാജുവലി വേരിയിങ് ഫ്ലോ. അപ്പോൾ റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഷോർട്ട് ലെങ്ത് ഓഫ് ടൈമിൽ അതിന്റെ ആ ഒരു ഡെപ്തിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഓക്കെ. ഒരു ഷോർട്ട് ലെങ്ത് ഇഫ് യു ആർ കൺസിഡറിങ് എ ഷോർട്ട് ലെങ്ത്, ഒരു ചെറിയ ലെങ്ത്തിൽ അതിന്റെ ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദി ഫ്ലോ എന്ന് പറയുന്നത് വളരെയധികം എന്താണ് വേരി ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ പറയാൻ പറ്റും. ഓക്കെ. ഹൈഡ്രോളിക് ജമ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ പറയാൻ പറ്റും. ഓക്കെ. അതാണ് റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ. ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ വിൽ ചേഞ്ച് ഗ്രാജുവലി. ദ ഡെപ്ത് ഓഫ് ദി ഫ്ലോ വിൽ ചേഞ്ച് ഗ്രാജുവലി. അതിന്റെ ആ ഒരു ലോങ് ലെങ്തിലായിരിക്കും എന്ത് ആ ഒരു ഡെപ്തിന്റെ വേരിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് സോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് വൈൽ തന്നെ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് ഗ്രാജുവലി ഓവർ എ ലോങ്ങർ ലെങ്ത് ഓഫ് ചാനൽ. ഓക്കെ. ഒരുപാട് ലെങ്ത് ചെയ്തിട്ടായിരിക്കും നമ്മളെ അപ്പൊ ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ഗ്രാജുവൽ സ്ലോപ്പ് ആയിരിക്കും അല്ലെ. ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് ഗ്രാജുവൽ സ്ലോപ്പ് ആയിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ. അടുത്തത് ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ. ലാമിനാർ ആൻഡ് ടർബുലന്റ് നമ്മൾ നേരത്തെ പഠിച്ചാണ്, സെയിം ഡെഫിനേഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ലാമിനാറും ടർബുലന്റും പറയുമ്പോഴത്തേക്കും റെയ്നോൾഡ്സ് നമ്പർ ആണത്. ദാറ്റ് ഈസ് ρVr by mu ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആർ എന്ന് മ്യൂ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ. ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളിക് റേഡിയസ് ഓർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അതാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്, ഫർദർ ആയിട്ട് കാണുന്നുണ്ട്, ഹൈഡ്രോളിക് റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്താണെന്ന്. ആൻഡ് വി ഈസ് ഈക്വൽ ടു മീൻ വെലോസിറ്റി ഓഫ് ദി ഫ്ലോ ഓഫ് വാട്ടർ. ഓക്കെ. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി വാട്ടർ. ഇനി നമ്മൾ ഓപ്പൺ ഫ്ലോ ത്രൂ പൈപ്സിൽ എങ്ങനെയായിരുന്നു, എത്രയൊക്കെയായിരുന്നു ക്ലാസിഫിക്കേഷൻ? റെയ്നോൾഡ്സ് നമ്പർ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് അറിയാനായിട്ട് ലാമിനാർ ലെസ് ദാൻ 2000 ആണെങ്കിൽ ലാമിനാർ, 2000 to 4000 ആണെങ്കിൽ എന്താണ് ട്രാൻസിഷണൽ, ആൻഡ് മോർ ദാൻ 4000 ആണെങ്കിൽ ടർബുലന്റ്. ബട്ട് ഹിയർ for the open channel flow, if the Reynolds number is less than 500 or 600, the flow is called laminar flow. And if the Reynolds number is more than 2000 ആണെങ്കിൽ flow turbulent ആണ്. 500 to 2000 ഇടയ്ക്കാണെങ്കിൽ എന്താണ്? അത് ട്രാൻസിഷണൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ 500 or 600 പഠിക്കണ്ട, നമ്മൾ 500 ആണ് മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. സോ Reynolds number is less than 500 ആണെങ്കിൽ എന്താണ്? ലാമിനാർ ഫ്ലോ. 500 to 2000 ഇടയ്ക്കാണെങ്കിൽ ട്രാൻസിഷണൽ ഫ്ലോ, ആൻഡ് ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോ. ഓക്കെ.
അതാണ് എന്ത് ലാമിനാർ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഓപ്പൺ ചാനലിന് ഓരോന്നിനും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഫ്ലോ ത്രൂ പൈപ്സ് പഠിക്കുകയാണെങ്കിൽ ഒന്ന്, ഫ്ലോ ത്രൂ ഓപ്പൺ ചാനൽ പഠിക്കുകയാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ആ ഒരു ക്ലാസിഫിക്കേഷൻ വേറെ ഒന്നായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഫ്ലോ ത്രൂ സോയിൽസും കൂടി ഉണ്ട്. സോയിൽസിന്റെയും കൂടെ വരുമ്പോഴത്തേക്കും അതും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ദെൻ ക്രിട്ടിക്കൽ, സബ് ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പൊ അത് നമ്മൾ ഫർദർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ക്രിട്ടിക്കലും സബ് ക്രിട്ടിക്കലും എന്താണെന്ന്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഓപ്പൺ ചാനൽ ഫ്ലോയിനെ ക്രിട്ടിക്കൽ ആണോ സബ് ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ എന്ന് ബേസ് ചെയ്യുന്ന അറിയുന്നത് ബേസ്ഡ് ഓൺ ദി ഫ്ലൂട്ട് നമ്പർ. ഓക്കെ, ഫ്ലൂട്ട് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ എന്താണ് ഫ്ലൂട്ട് നമ്പർ നോക്കാം. അപ്പൊ ഫ്ലൂട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ ഇനേർഷ്യ ഫോഴ്സ് ടു ദി ഗ്രാവിറ്റി ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇനർഷ്യ ഫോഴ്സും തമ്മിലുള്ള ഒരു റേഷ്യോനാണ് നമ്മൾ ഫ്ലൂട്ട് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൂട്ട് നമ്പർ ഇസ് എ റേഷ്യോ. നമ്മൾ അതും ഫ്ലൂട്ട് നമ്പർ നമ്മൾ പിന്നെ കാണുന്നുണ്ട്. സോ ഫ്ലൂട്ട് നമ്പർ ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ഇനർഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ്. ഓക്കെ, ആൻഡ് അതിന് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എഫ് ആർ ഇസ് വി ബൈ റൂട്ട് ഓഫ് ജി ഡി ആണ്. വി എന്ന് പറഞ്ഞാൽ മീൻ വെലോസിറ്റി, ഡി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഡെപ്ത് ആണ്, ആൻഡ് ടി എന്ന് പറഞ്ഞാൽ ടോപ്പ് വിഡ്ത് ഓഫ് ആൻഡ് ഓക്കെ ഫൈൻ ഫൈൻ ഡി ഇസ് ആക്ച്വലി വെറ്റഡ് ഏരിയ ബൈ ടോപ്പ് വിഡ്ത്. ഓക്കെ, വെറ്റഡ് ഏരിയ ബൈ ടോപ്പ് വിഡ്ത് അത് നമ്മൾ ആ ഒരു ജോമെട്രി ഓഫ് ദി ചാനൽ സെക്ഷൻ പഠിക്കുമ്പോൾ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനായിട്ട്, അപ്പൊ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഈസ് ഷുഡ് ടു ബി ക്രിട്ടിക്കൽ ഇഫ് ദ ഫ്ലൂട്ട് നമ്പർ 1. ഫ്ലൂട്ട് നമ്പർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആയിരിക്കും. സബ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലൂട്ട് നമ്പർ ലെസ് ദാൻ 1 ആയിരിക്കും. സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സൂപ്പർ ക്രിട്ടിക്കൽ ഈസ് ഫ്ലൂട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ 1. ഇനി സബ് ക്രിട്ടിക്കലിന് നമുക്ക് വേറൊരു ടേംസും കൂടി ഉണ്ട്, അതും കൂടി പഠിച്ചു വെക്കണം. Tranquil or streaming flow. Okay, subcritical channel flow is also defined as tranquil or streaming flow. അപ്പോൾ സ്ട്രീമിംഗ് ഫ്ലോ അല്ലെങ്കിൽ ട്രാങ്ക്വിൽ എന്ന ഫ്ലോ എന്ന ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്താണ് അവർ മീൻ ചെയ്യുന്നത്, ഇറ്റ് ഈസ് സബ് ക്രിട്ടിക്കൽ എന്ന്. ഓക്കെ, ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഈസ് ഓൾസോ termed as rapid flow or torrential flow or shooting flow. അപ്പോൾ റാപ്പിഡ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. അപ്പോൾ ഇതിന്റെ മൂന്ന് ആ ഒരു നെയിംസും കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, നൗ വി ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ചാനൽസ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് യൂണിഫോം ഫ്ലോ ആണ്, പിന്നെയാണ് നമ്മൾ നോൺ യൂണിഫോം ഫ്ലോയിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ യൂണിഫോം ഫ്ലോയിൽ നമ്മൾ ആദ്യമായിട്ട് യൂണിഫോം ഫ്ലോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന എന്തൊക്കെയാണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെലോസിറ്റി ഒക്കെയാണ് എന്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് യൂണിഫോം ഫ്ലോയിന്റെ. അപ്പൊ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് ദി വെലോസിറ്റി ആൻഡ് ദ ഡെപ്ത് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ അങ്ങനെയുള്ള ഫ്ലോയിനാണ് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, but the flow is channel is said to be uniform for a given length of channel. The velocity flow and depth of flow remains constant. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിസ്ചാർജ് വെലോസിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷനേ ഉള്ളൂ യൂണിഫോം ഫ്ലോയിൽ. അതൊക്കെയാണ് ചെസീസ് ഇക്വേഷൻ. ചെസീസ് ഇക്വേഷൻ എന്ന് പറയുന്നത് V is equal to C into root of RS. C എന്ന് പറയുന്നത് എന്താണ് ചെസീസ് കോൺസ്റ്റന്റ് ആൻഡ് V is the velocity flow, R is the hydraulic mean radius and S is the HF by L, loss of head per unit length. അല്ലെങ്കിൽ എന്താണ് S എന്ന് പറഞ്ഞാൽ എന്താണ് what is S? S is the channel bed slope. ചാനലിന്റെ ബെഡ്, ചാനൽ ബെഡ് ഉണ്ടല്ലോ അതിന്റെ സ്ലോപ്പ് ആണ് എന്ത് S എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ജോമെട്രി ഓഫ് ചാനൽ സെക്ഷൻ പഠിക്കുമ്പോൾ അതൊന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ദെൻ മാനിങ്സ് ഫോർമുല ഉണ്ട്. അപ്പൊ രണ്ട് ഫോർമുല ആണ് ഉള്ളത്, ചെസീസ് ഫോർമുല ആൻഡ് മാനിങ്സ് ഫോർമുല. ആൻഡ് മാനിങ്സ് ഫോർമുല is 1/n, R is 2/3, S is 1/2. Here also N എന്ന് പറഞ്ഞാൽ മാനിങ്സ് കോഎഫിഷ്യന്റ് ആണ്, R എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ റേഡിയസ് ആൻഡ് S is the ചാനൽ ബെഡ് സ്ലോപ്പ്. ചാനൽ ബെഡിന്റെ സ്ലോപ്പ് ആണെന്ത് S എന്ന് പറയുന്നത്. ദെൻ കൺവെയൻസ് ഫാക്ടർ. നമ്മൾ ഈ ഒരു കൺവെയൻസ് ഫാക്ടറിന്റെ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ K is A into C root R. ഓക്കെ, AC into root R. ഓക്കെ, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക, കാരണം ചിലപ്പോൾ കൺവെയൻസ് ഫാക്ടർ ചോദിക്കാം. ഇപ്പൊ കൺവെയൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ചാനൽ ഫ്ലോ, ആ ചാനൽ ഫ്ലോയിന്റെ എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി കാണിക്കുന്ന ആ ഒരു ഫാക്ടറാണ് കൺവെയൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. എത്രത്തോളം ഡിസ്ചാർജ് അതിലൂടെ സാധ്യമാവും എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് കൺവെയൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്യാപിറ്റൽ K is A into C into root R. A എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ, C എന്ന് പറഞ്ഞാൽ ചെസീസ് കോൺസ്റ്റന്റ് ആൻഡ് റൂട്ട് R what is our ഹൈഡ്രോളിക് മീൻ റേഡിയസ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓപ്പൺ ചാനൽസ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ഫ്ലോ എങ്ങനെയായിരുന്നു? ഹൗ ഇസ് ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ത്രൂ പൈപ്പ് ഫ്ലോ? ഏതൊരു പ്രൊഫൈലിലായിരുന്നു?
ആർക്കും അറിയില്ല. ഹൗ ഇസ് ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഓപ്പൺ ചാനൽ? നമ്മൾ ഇന്നലെ ഷിയർ സ്ട്രെസ്സിന്റെയും അതുപോലെ തന്നെ എന്താണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ. പരാബോളിക് പരാബോളിക് ആണ്. ഓക്കെ, ഇപ്പൊ ഫ്ലോ ത്രൂ പൈപ്സ് എന്ന് പറഞ്ഞാൽ പരാബോളിക് ആണ്. ആൻഡ് ഫ്ലോ ത്രൂ ഓപ്പൺ ചാനൽ എന്ന് പറയുന്നത്, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓപ്പൺ ചാനൽസ് എന്ന് പറയുന്നത് ലോഗരിതമിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്താണ്. മാക്സിമം വെലോസിറ്റി സർഫസിലല്ല, ജസ്റ്റ് ഇൻ തൊട്ട് താഴെ, സർഫസിന്റെ തൊട്ട് താഴെയായിട്ടുള്ള ആ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഡെപ്ത് 0.05 മൈനസ് 0.15y, അവിടെയാണ് മാക്സിമം വെലോസിറ്റി വരുന്നത്. ഓക്കെ, തൊട്ട് താഴെ, അതായത് ഈ പറയുന്ന സർഫസിന്റെ തൊട്ട് താഴെ വരുന്ന ആ ഒരു ലെയറിലാണ് മാക്സിമം വെലോസിറ്റി വരുന്നത്. ഓക്കെ, നൗ ഓക്കെ, ഇനി എന്താണ് ഹൈഡ്രോളിക് മീൻ റേഡിയസ് നോക്കാം. അപ്പൊ ഹൈഡ്രോളിക് മീൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വെറ്റഡ് ഏരിയ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സി, ഇതൊരു ക്രോസ് സെക്ഷൻ ആണ്, ചാനൽ സെക്ഷന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇത്. ഒരു ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ ക്രോസ് സെക്ഷൻ ആണ്. നമുക്കറിയാം, നമ്മുടെ കനാൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ കനാൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ട്രപ്പീസോയിഡൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഒട്ടുമിക്ക സ്ഥലത്ത്, അല്ലെ? സോ എന്താണ് വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്? വെറ്റഡ് പെരിമീറ്റർ അതുപോലെ തന്നെ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വാട്ടറായിട്ട് കോണ്ടാക്ട് വരുന്ന ഏരിയയാണ് നമ്മൾ വെറ്റഡ് പെരിമീറ്റർ അല്ലെങ്കിൽ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വെറ്റഡ് ഏരിയ എടുക്കുവാണെങ്കിൽ എന്താണ്, ലെറ്റ്സ് സേ ഒരു അപ്പൊ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഇപ്പൊ ഒരു ട്രപ്പീസോയിഡൽ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറായിട്ട് കോണ്ടാക്ട് വരുന്ന ഏരിയയാണ് ബേസിക്കലി ഉദ്ദേശം. അതായത് ഈ പറയുന്ന ചാനൽ ബെഡും അതുപോലെ തന്നെ സൈഡ് സ്ലോപ്സും. ഓക്കെ, അതാണ് വാട്ടർ ഇത് കോണ്ടാക്ട് വരുന്ന ആ ഒരു ഏരിയ ഇതിന്റെ. അപ്പൊ അതിനെ നമുക്ക് വെറ്റഡ് ഏരിയ അല്ലെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ വരും? ബി, ദെൻ ദ സൈഡ് സ്ലോപ്പ്, 2 സൈഡ് സ്ലോപ്പ് എടുക്കാം. ആ ടോപ്പ് വിഡ്ത്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ കാണുവാണെങ്കിൽ, നമുക്ക് വെറ്റഡ് ഏരിയ കാണുവാണെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞ ഇത് കാണുവാണെങ്കിൽ എന്താണ്, ഇപ്പൊ വെറ്റഡ് പെരിമീറ്റർ നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ സൈഡ് സ്ലോപ്പ് എടുക്കാം, 2 സൈഡ് സ്ലോപ്പ് എടുക്കാം, പിന്നെ ബോട്ടത്തിൽ കാണുന്ന ബി എടുക്കാം. ടി എടുക്കാൻ പറ്റില്ല. ഓക്കെ, സാധാരണ നമ്മൾ എടുക്കുന്ന രീതിയിൽ എന്താണ്, നമുക്ക് ഫുൾ വെറ്റ് പെരിമീറ്റർ എടുക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു സർഫസും പിന്നെ വാട്ടറായിട്ടും കോണ്ടാക്ട് ചെയ്യുന്ന അത് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കൂ. ഏരിയ അല്ലെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് ആ സർഫസ് വാട്ടറായിട്ട് കോണ്ടാക്ട് വരുന്ന സർഫസിന്റെ ഏരിയ, അതാണ് വെറ്റഡ് ഏരിയ. ആൻഡ് വാട്ടറായിട്ട് ഇതായിട്ട് വരുന്ന ആ ഒരു പെരിമീറ്റർ, അതാണ് വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ ആ ഹൈഡ്രോളിക് മീൻ റേഡിയസ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വെറ്റഡ് ഏരിയ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ. R is equal to A by P, എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ദെൻ ഹൈഡ്രോളിക് ഡെപ്ത്. ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറയുന്നത് R is not by D, not R, ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണ്. സോ D is equal to എന്താണ്? A by T. A എന്ന് പറഞ്ഞാൽ എന്താണ്? വെറ്റഡ് ഏരിയ ബൈ ടോപ്പ് വിഡ്ത്ത്. അപ്പോൾ വെറ്റഡ് ഏരിയ ബൈ ടോപ്പ് വിഡ്ത്ത് ആണ് ഹൈഡ്രോളിക് ഡെപ്ത്. അപ്പോൾ ആ ഫോർമുല എന്ന് അറിഞ്ഞിരിക്കുക. നൗ ഇതാണ് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദി ചാനൽ സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ ബി എന്ന് പറഞ്ഞാൽ ബോട്ടം വിഡ്ത്ത് ആണ്. ദെൻ വൈ എന്ന് പറഞ്ഞാണ് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ആ ഒരു വാട്ടറിന്റെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y ആണ്. ഓക്കെ, ആൻഡ് ബി ആൻഡ് എസ് ഈസ് എ ചാനൽ ബെഡ് സ്ലോപ്പ്. നമുക്ക് അത് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഒരു സ്ലോപ്പ്, ആ ഒരു ചാനലിന്റെ സ്ലോപ്പ് നമുക്കറിയാം. ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷൻ, ആ ഒരു സ്ലോപ്പ് ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്താ, വാട്ടറിന്റെ ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടാവും. ആ ഒരു സ്ലോപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ചാനൽ ബെഡിന്റെ സ്ലോപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി geometrical or geometry of a channel section. ഓക്കെ, അപ്പൊ ഇത്തരം ടേംസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. പറയുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ചാനൽ ഇസ് സെഡ് ടു ബി മോസ്റ്റ് എക്കണോമിക്കൽ. ഇപ്പൊ മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്? അതായത് ഒരു മിനിമം കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, മിനിമം കോസ്റ്റ് വിത്ത് മാക്സിമം ഔട്ട്പുട്ട്, അതാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. മിനിമം കോസ്റ്റിൽ നമുക്ക് എങ്ങനെ ആ ഒരു ചാനൽ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ബട്ട് വിത്ത് മാക്സിമം ഔട്ട്പുട്ട്, അതാണ് അത് മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് പറയുന്നത്. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ബട്ട് വി ഹാവ് ടു ഗെറ്റ് ദി മാക്സിമം ഔട്ട്പുട്ട്. അപ്പൊ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനൽ സെക്ഷൻസിനാണ് മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇപ്പോൾ ഒരു റെക്ടാങ്കുലർ ചാനൽ സെക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സർക്കുലർ ചാനൽ സെക്ഷൻ എടുക്കുന്നു. ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയമെൻഷൻസിൽ നമുക്ക് ഒരു ചേഞ്ചസ് വരുത്തി നമുക്ക് എങ്ങനെയാണ് ഇതിന് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ ആക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഇഫ് എ ചാനൽ is said to be most economical in hydraulics or fluid mechanics, അങ്ങനെ ആവണമെങ്കിൽ ഇഫ് 3 കണ്ടീഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് it gives maximum discharge for a given cross sectional area and bed slope. ഒരു ഗിവൺ ക്രോസ് സെക്ഷണൽ ഏരിയ, അതുപോലെ ഏരിയ ഉണ്ട്, ഒരു ബെഡ് സ്ലോപ്പ് ഉണ്ട്, അതിനകത്ത് നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടണം. ഓക്കെ, നമ്മൾ പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം, അതുപോലെ മാക്സിമം ഡിസ്ചാർജ് കിട്ടണം. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് മിനിമം വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. വെറ്റഡ് പെരിമീറ്റർ മിനിമം, ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ലെസർ എക്സ്കവേഷൻ ഫോർ ദി ഡിസൈൻഡ് എമൗണ്ട് ഓഫ് ഡിസ്ചാർജ്. ലെസർ എക്സ്കവേഷൻ ആണ് പാടുള്ളൂ. ലെസർ എക്സ്കവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്കവേഷൻ നമുക്കറിയാം കോസ്റ്റ്ലി ആണ്. അപ്പൊ ആ ഒരു എക്സ്കവേഷന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതേപോലത്തെ ഉള്ള ഇത് കുറച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫോർ എ ഡിസൈൻഡ് എമൗണ്ട് ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, സോ മിനിമം വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഡയമെൻഷൻസ് എന്തറിയാം, ഡയമെൻഷൻസ് അതനുസരിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്താണ് ഫോർമുലയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന തമ്മിലൊരു പ്രത്യേക റിലേഷൻ, അതായത് ഇപ്പൊ ബ്രെഡ്ത്തും അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദി ചാനലും ചാനൽ സെക്ഷനും അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ദി ഫ്ലോയും തമ്മിലൊരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഇത് സാധ്യമായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കണ്ടീഷൻസ് ആണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കോസ്റ്റ് വിത്ത് മാക്സിമം ഔട്ട്പുട്ട്. സോ മാക്സിമം ഡിസ്ചാർജ് ആയിരിക്കണം, മിനിമം വെറ്റഡ് പെരിമീറ്റർ ആയിരിക്കണം, അതുപോലെ തന്നെ ലെസർ എക്സ്കവേഷൻ, അതായത് എക്സ്കവേഷൻ. അപ്പൊ എക്സ്കവേഷൻ കുറയുമ്പോൾ തന്നെ നമുക്ക് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയും. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ കണ്ടീഷൻസ് പറയാം. അപ്പൊ നമുക്ക് റെക്ടാങ്കുലർ ചാനൽ സെക്ഷൻ ഒരു കണ്ടീഷൻ ഉണ്ട്, ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ കണ്ടീഷൻ ഉണ്ട്, ട്രപ്പീസോഡൽ ചാനൽ സെക്ഷൻ കണ്ടീഷൻ ഉണ്ട്, ആൻഡ് ഫൈനലി സർക്കുലർ ചാനൽ സെക്ഷന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ കണ്ടീഷൻസ് ഫോർ ഹൈഡ്രോളിക്കലി എഫിഷ്യന്റ് റെക്ടാങ്കുലർ ചാനൽ സെക്ഷൻ. അപ്പൊ ഹൈഡ്രോളിക്കലി എഫിഷ്യന്റ് എന്ന് പറഞ്ഞാലും മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ സിമിൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ്, ടേംസ് ആണ്. ഓക്കെ, സോ കണ്ടീഷൻസ് ഫോർ ഹൈഡ്രോളിക്കലി എഫിഷ്യന്റ് ചാനൽ സെക്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ എന്തായിരുന്നു? ഹൈഡ്രോളിക് മീൻ റേഡിയസ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ റേഡിയസ് എന്താണ്? ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ഈസ് ഇക്വൽ ടു y/2. y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, നോക്കി അറിയാം. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് ദി ഫ്ലോ ആണ്. ആ ഫ്ലോയിന്റെ ഡെപ്ത്, അതായത് ബോട്ടത്തിൽ നിന്ന് ഫ്രീ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്, ബോട്ടം ഓഫ് ദി ചാനൽ സെക്ഷനിൽ നിന്ന് ഫ്രീ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? y എന്ന് പറയുന്നത്. ഓക്കെ, r is y/2 and y is y/2. ഇത് അതേപോലെ തന്നെ കാണപ്പെടാൻ പഠിക്കണം, അതിന് യാതൊരു ഇതുമില്ല. ഓക്കെ, വേറെ വഴിയൊന്നുമില്ല. r is y/2 and y is b/2. അതാണ് എന്ത്? റെക്ടാങ്കുലർ ചാനൽ സെക്ഷൻ ഒരു ഹൈഡ്രോളിക്കലി എഫിഷ്യന്റ് ചാനൽ ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. half of the depth of flow, and its depth of flow should be half of the bottom width. That is the condition. And this next one is a condition for hydraulically efficient trapezoidal channel section. Trapezoidal channel section condition എങ്ങനെ നോക്കാം? Capital R is equal to y/2. അതിന് 4 കണ്ടീഷൻ ഉള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് capital R, that is hydraulic mean radius is equal to y/2. റെക്ടാങ്കുലറിന്റെ അതേപോലെ തന്നെ. Then ബെസ്റ്റ് സൈഡ് സ്ലോപ്പ്, ആ ഒരു ആംഗിൾ, ഈ ഒരു ട്രപ്പീസോയിഡൽ സെക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഷുഡ് ബി 60 ഡിഗ്രി. 60 ഡിഗ്രി ആയിരിക്കണം ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, 60 ഡിഗ്രി ആണ് ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അതിന്റെ ആ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ഹെക്സഗൺ ആണെങ്കിലാണ് ഏറ്റവും എഫിഷ്യന്റ് ചാനൽ സെക്ഷൻ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ കണ്ടീഷൻസും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതാണ് അതിനു മുമ്പ്. സോ ഹാഫ് ഓഫ് ദി ഹെക്സഗൺ ആണ് എന്താണ്? ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ. ഇഫ് എ ട്രപ്പീസോയിഡൽ channel section is said to be hydraulically efficient, then its cross section should be half of hexagon. So hexagonന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, now one more condition is there.
that is for a trapezoidal channel section, the sloping side is equal to the half the width at the top. About top ആ ടോപ്പ് വിഡ്ത്തിനേക്കാളും എന്താണ് ഈ ചാനലിന്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഷുഡ് ബി ഹാഫ് ദി ടോപ്പ് വിഡ്ത്ത്. ചാനലിന്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഹാഫ് ദി ടോപ്പ് വിഡ്ത്ത്. ഇതാണ് ചാനലിന്റെ സൈഡ് സ്ലോപ്പ്. അതെന്ന് പറയുന്നത് ഈ ടോപ്പ് വിഡ്ത്തിന്റെ ഹാഫ് ആയിരിക്കണം. അതിപ്പോ 4 കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ ഉള്ളത്. 4 കണ്ടീഷൻ. ആ 4 കണ്ടീഷൻ അതേപോലെ തന്നെ പഠിക്കാം. ഓക്കെ, നൗ ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ. ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഹൈഡ്രോളിക് മീൻ റേഡിയസ് ഷുഡ് ബി ഈക്വൽ ടു y/2√2. അതാണ് എന്ത് ഫസ്റ്റ് കണ്ടീഷൻ. ദ ഹൈഡ്രോളിക് മീൻ റേഡിയസ് ഈസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ദി ഫ്ലോ ബൈ 2√2. അതാണ് എന്ത് ട്രയാങ്കുലർ ചാനൽ സെക്ഷന്റെ ഹൈഡ്രോളിക്കലി എഫിഷ്യന്റ് ആക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് തീറ്റ ഈക്വൽ 45 ഡിഗ്രി. തീറ്റ 45 ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് 45. അതാണ് ഹൈഡ്രോളിക്കലി എഫിഷ്യന്റ് ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ. ദെൻ അടുത്തെന്ന് പറയുന്നത് ഹൈഡ്രോളിക്കലി എഫിഷ്യന്റ് സർക്കുലർ ചാനൽ സെക്ഷൻ ആണ്. അതിന് 2 പോയിന്റ് ഉണ്ട്. കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ്. ഹൈഡ്രോളിക് മീൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.29 d ആണ്. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.93 d ആണ്. ആൻഡ് വാട്ട് ഇസ് d? d is the diameter of circular section. സർക്കുലർ സെക്ഷന്റെ ഡയമീറ്റർ ആണ് എന്ത് സ്മോൾ d എന്ന് പറയുന്നത്. സർക്കുലർ സെക്ഷന്റെ ഡയമീറ്റർ ആണ് സ്മോൾ d. ഓക്കെ, നൗ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ ഫോർ മാക്സിമം മീൻ വെലോസിറ്റി. ഇതൊന്നുമില്ല, അതേപോലെ തന്നെ പഠിക്കണം. r is equal to 0.3 d. ഹൈഡ്രോളിക് മീൻ റേഡിയസ് is equal to 0.3 d and y is equal to 0.81 d. അതേപോലെ തന്നെ പഠിക്കണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ദെൻ സോ നമ്മൾ ഹൈഡ്രോളിക്കലി മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക്കലി എഫിഷ്യന്റ് ചാനൽ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ സ്പെസിഫിക് എനർജി ആൻഡ് സ്പെസിഫിക് എനർജി കർവ് ഇതിലേക്ക് കിടക്കുവാണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്പെസിഫിക് എനർജി എന്ന് നോക്കാം. ഹലോ, ഈ 4 എണ്ണത്തില് ഏതാ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള? അല്ല, ഞാൻ പറഞ്ഞത് ഈ 4 കണ്ടീഷനും മോസ്റ്റ് എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇത് 4 അച്ചീവ് ചെയ്യാനായിട്ട്, അതായത് ഇത് 4 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ കിട്ടും. ഓക്കെ, അതിനായിട്ടായിട്ട് അങ്ങനെ പറയുന്നില്ല. ഓക്കെ, അതിനകത്ത് അങ്ങനെ അല്ല, ഈ 4 എണ്ണത്തിന്റെ കണ്ടീഷൻസ് സെയിം സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിലും അതിൽ 4 എണ്ണത്തിൽ ഏതാ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള അങ്ങനെ ഉണ്ടാക്കണോ? അങ്ങനെയില്ല, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. ഇതുവരെ നമ്മൾ നോക്കുന്നു, അങ്ങനെ എക്സ്പെരിമെന്റലി നമ്മൾ നോക്കുവാണെങ്കിലും അങ്ങനെ ഇപ്പൊ ഏതാണ് മോസ്റ്റ് എഫിഷ്യന്റ് എന്ന് പറയാം. പിന്നെ ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പൊ സൈഡ് സ്ലോപ്പ് 60 ആണെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ് സൈഡ് സ്ലോപ്പ് 60 ആകുമ്പോൾ അത് എന്താണ് ഹാഫ് ഓഫ് ദി എക്സാം തന്നെ ആവും അല്ലെ. ദെൻ r is equal to y/2. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ചിലപ്പോൾ കോയിൻസൈഡ് ചെയ്യാം, ബട്ട് നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ വേറെ സ്ഥലത്ത് കണ്ടിട്ടുമില്ല. ഓക്കെ, 4. ദെൻ ഇപ്പൊ r എന്ന് പറഞ്ഞാൽ അല്ല, അത് വേറെ കാര്യമുണ്ട്. r is equal to y/2. ഇപ്പൊ നമ്മൾ ട്രയാങ്കുലറിന്റെ ഒക്കെ സെക്ഷൻ നോക്കുവാണെങ്കിൽ r is equal to y/2√2. അപ്പൊ അത് ചെയ്തു വരുമ്പോഴത്തേക്കും തീറ്റ 45 തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? Okay, so that's about it. And then specific energy and specific energy curve. So conditions എല്ലാം അതേപോലെ തന്നെ പഠിക്കാം. Okay, then നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് സ്പെസിഫിക് എനർജി ആൻഡ് സ്പെസിഫിക് എനർജി കർവ് ആണ്. അപ്പൊ എന്താണ് സ്പെസിഫിക് എനർജി? അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്. ടോട്ടൽ എനർജി is the sum of pressure head plus velocity head plus datum head. Okay, so that is z plus v square by 2g plus p by rho g. അപ്പൊ ഇവിടെ p by rho g എന്ന് പകരം നമുക്ക് ഒരു ടേം എന്ന് പറയുന്നത് h ആണ്, സ്മോൾ h. സോ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. h എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ y ഡെപ്ത് ഓഫ് ദി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ലിക്വിഡും h എന്ന് പറഞ്ഞാലും y എന്ന് പറഞ്ഞാലും നമ്മൾ സൈമിൾട്ടേനിയസ്ലി നമ്മൾ യൂസ് ചെയ്യാം. ചിലപ്പോൾ ചില ഇക്വേഷൻസിലൊക്കെ നമ്മൾ h ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ h-ഉം y-ഉം സെയിം തന്നെയാണ്. അതായത് ആവറേജ് ഡെപ്ത് ഓഫ് ഫ്ലോ തന്നെയാണ് എന്ത് h-ഉം ഈ പറയുന്ന y ഒക്കെ പറഞ്ഞത് സെയിം ആണ്. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂസിങ് ആകണ്ട. നമ്മൾ നേരത്തെ ഇക്വേഷൻസിലെല്ലാം y വെച്ചിട്ടായിരുന്നു ഡെപ്ത് ഓഫ് ഫ്ലോ പറഞ്ഞത്. ബട്ട് ഹിയർ എന്താണ് h എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് h ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ p by rho g അല്ലെങ്കിൽ പ്രഷർ ഹെഡിന് പകരം നമ്മൾ
നമുക്കറിയാം ഇത് ഓപ്പൺ ചാനൽ ആണ്, അതുകൊണ്ട് തന്നെ വി ആർ റീപ്ലേസിംഗ് ദിസ് പി ബൈ റോ ജി വിത്ത് ദി എച്ച്, ഡെപ്ത് ഓഫ് ദി ഫ്ലോവിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ സ്പെസിഫിക് എനർജി നോക്കുവാണെങ്കിൽ വി ഹാവ് എ ഡേറ്റം, ഒരു ഹൊറിസോണ്ടൽ ഡേറ്റം ലൈൻ ഉണ്ട്, ആൻഡ് ദിസ് ഈസ് അവർ ചാനൽ. അപ്പൊ ചാനൽ ബോട്ടം എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, ഇറ്റ് ഹാവ് എ സ്ലോപ്പ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ ഫ്രീ സർഫസ്, ഇത് ഫ്രീ സർഫസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡേറ്റത്തിൽ നിന്ന് ചാനൽ ബോട്ടത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്താ, ഡേറ്റം ഹെഡ് സെഡ് എന്ന് പറയുന്നത്. ആൻഡ് എച്ച് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദി ഫ്ലോ ആണ്. ആൻഡ് ദെൻ ഫ്രീ വാട്ടർ സർഫസിൽ നിന്ന് ആ ഒരു ടോട്ടൽ എനർജി ലൈൻ അതിലേക്കുള്ള ഡിസ്റ്റൻസ് വി സ്ക്വയർ ബൈ 2g. ഓക്കെ, അപ്പൊ വി സ്ക്വയർ ബൈ 2g സെഡ് വി സ്ക്വയർ ബൈ 2g എച്ച് സെഡ്. അപ്പൊ ഇത് മൂന്നും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് സ്പെസിഫിക് എനർജി? സ്പെസിഫിക് എനർജി എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇഫ് ദ ചാനൽ ബോട്ടം ഈസ് ടേക്കൺ ആസ് ദ ഡേറ്റം. ഓക്കെ, ഇഫ് ദ ചാനൽ ബോട്ടം ഈസ് ടേക്കൺ ആസ് ദ ഡേറ്റം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഇതിനകത്ത് ഡേറ്റം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡേറ്റം ഫിക്സ് ചെയ്തിട്ടുണ്ട് റെഫറൻസ് ലൈൻ. ബട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്ന, അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ എനർജിയുടെ കേസിലാണ് പറയുന്നത്. ടോട്ടൽ എനർജിയുടെ കേസിൽ നമ്മൾ സ്പെസിഫിക് എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചാനൽ ബോട്ടം എന്ന് പറയുന്നത് എന്തായിട്ട് ഫിക്സ് ചെയ്തു, ഡേറ്റമായിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, നൗ ഇനി എനർജി എന്ന് പറഞ്ഞേ, ടോട്ടൽ എനർജി, ആ ഒരു എനർജി എന്ന് പറഞ്ഞേ, അതായത് എച്ച് പ്ലസ്. അപ്പൊ നമ്മൾ സെഡ് എടുക്കുന്നില്ല, കാരണം എന്താണ്, നമ്മൾ ഡേറ്റമായിട്ട് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ബോട്ടം തന്നെയാണ്. ഓക്കെ, സോ സെഡ് സോ ഇ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇ ഈസ് എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2g. സെഡ് ഇല്ല, എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2g. ഓക്കെ, സോ ദ എനർജി ഗിവൺ ബൈ ദ ഇക്വേഷൻ ദാറ്റ് ഈസ് ഇ ഈസ് എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ് എന്ത്, സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. സോ we can define the specific energy in this manner. That is, specific energy of a flowing liquid is defined as the energy per unit weight of the liquid with respect to the bottom of the channel. Okay, appo specific energy ennu parayunnathu it is defined as the energy per unit weight of the liquid with respect to the bottom of the channel. Okay, so that's about the specific energy. Appo specific energy endha nokka. Specific energy equation endana, it is defined as the energy per unit weight of the liquid with respect to the bottom of the channel. നമ്മൾ ഡേറ്റ ഫിക്സ് ചെയ്യുന്നത് ചാനൽ ബോട്ടത്തിലാണ്. സോ അതിന്റെ ഇ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ്. ആൻഡ് നമുക്കറിയാം എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. നൗ സ്പെസിഫിക് എനർജി കർവ്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്പെസിഫിക് എനർജി ഇക്വേഷൻ എന്താണ്, സ്പെസിഫിക് എനർജി ഇക്വേഷൻ E is equal to h plus v square by 2g. അപ്പൊ നമ്മൾ v എന്ന് പറയുന്നത് v square by v എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് മാറ്റി, q is equal to എന്താണ്, v by a ആണ്. സോ ആ രീതിയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും E is equal to h plus q square by 2g into h square. അപ്പൊ ഈ സ്മോൾ q എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കാം. q എന്ന് ക്യാപിറ്റൽ q നമുക്കറിയാം ഡിസ്ചാർജ് ത്രൂ ചാനൽ, b എന്ന് പറഞ്ഞാൽ എന്താണ്, വിഡ്ത്ത് ഓഫ് ദി ചാനൽ, h എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദി ഫ്ലോ, നമ്മൾ y എന്ന് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് സ്മോൾ q എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. ഓക്കെ, സോ q is equal to q by b, സ്മോൾ ക്യാപിറ്റൽ q by b, അതായത് ഡിസ്ചാർജ് ത്രൂ ചാനൽ ഡിവൈഡ് ബൈ വിഡ്ത്ത്, അതാണ് എന്ത്, സ്മോൾ q എന്ന് പറയുന്നത്. സോ നമ്മൾ വിനെ നമ്മൾ q by a, നമുക്കറിയാം q is equal to ഏരിയന്റെ വെലോസിറ്റി ആണ്. സോ v is equal to q by a വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് E is equal to h plus q square by 2g h square എന്ന് കൂടി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് വി നോ ദാറ്റ് ഈ h എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ h എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ഹെഡ് ആണല്ലേ. ദാറ്റ് ഈസ് പ്രഷർ ഹെഡ് പ്ലസ് എന്താണ്, കൈനറ്റിക് ഹെഡ് ആണ്. ഓക്കെ, സോ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ എന്താണ്, EP is equal to h. h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ലീനിയർ വേരിയേഷൻ ആണ്. ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് നമുക്ക് സ്പെസിഫിക് എനർജി ആയിട്ട് എടുക്കുന്നു. എക്സ് ആക്സിസിലെ സ്പെസിഫിക് എനർജി, വൈ ആക്സിസിലെ ഡെപ്ത്. സോ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പെസിഫിക് എനർജി ഇസ് കർവ് വിച്ച് ഇസ് ഡ്രോൺ വിത്ത് സ്പെസിഫിക് എനർജി ഇൻ ദി എക്സ് ആക്സിസ് ആൻഡ് ഡെപ്ത് ഇൻ ദി വൈ ആക്സിസ്. അപ്പൊ ഡെപ്ത് നമ്മൾ വേരി ചെയ്യുന്നത് വൈ ആക്സിസിൽ വേരി ചെയ്യുന്നുണ്ട്,
സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ഹൊറിസോണ്ടലി വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ഇ എന്ന് പറഞ്ഞാൽ എന്തിന്റെ സമ്മയ്ക്കാണ്? പ്രഷർ ഹെഡ് പ്ലസ് എന്താണ് ഓർ ഡെപ്ത് ഓഫ് ദി ഫ്ലോ പ്ലസ് എന്താണ് കൈനറ്റിക് ഹെഡ്. അതാണ് എന്ത് ഈ പറയുന്ന സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് കർവ് ഉണ്ടാവും. സോ ഇ പി എന്ന് പറഞ്ഞാൽ ഒരു കർവ്, ഇ കെ എന്ന് പറഞ്ഞാൽ വേറൊരു കർവ്. ഓക്കെ, കാരണം അത് തമ്മിലുള്ള വേരിയേഷൻ രണ്ടും ഡിഫറെന്റ് ആണ്. ഇ പി എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. സോ അതിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയിൽ ലീനിയർ ആയിട്ടായിരിക്കും അല്ലെ. എച്ച് അതിന് വേറെ സ്ക്വയറും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ലീനിയർ വേരിയേഷൻ ആണ് ഇ പി സികൾ വെച്ച്. ആൻഡ് ഇനി ഈ കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? വി സ്ക്വയർ ബൈ 2g അല്ലെ. വി സ്ക്വയർ ബൈ 2g അല്ലെങ്കിൽ എന്താണ് ക്യൂ സ്ക്വയർ. അപ്പൊ ക്യൂ സ്ക്വയർ ബൈ 2g എച്ച് സ്ക്വയർ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ഒരു പാരാബോളിക് ടൈപ്പ് വേരിയേഷൻ അല്ലെങ്കിൽ ടൈപ്പ് വേരിയേഷൻ ആണ് എന്ത് പറയുന്നത്? ഒരു പാരാബോളിക് ടൈപ്പ് വേരിയേഷൻ ആണ് ഈ പറയുന്ന എന്ത് ഇ കെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് എന്ത് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ കർവ് ഉണ്ടോ? ഈ മൂന്നാമത്തെ കർവ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും മറ്റേ ഇത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു സ്പെസിഫിക് എനർജി കർവ് ഈ ഒരു ട്രെൻഡ് കിട്ടുന്നത്. ഓക്കെ, സോ ഇ ഈസ് ടു എച്ച് പ്ലസ് വി സ്ക്വയർ ക്യൂ സ്ക്വയർ ബൈ 2g എച്ച് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്പെസിഫിക് എനർജിന്ന് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് വി നോ ദാറ്റ്. അപ്പൊ ഇതാണ് സ്പെസിഫിക് എനർജി കർവ്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഏറ്റവും ഇനി പഠിക്കാനുള്ളതിനകത്ത് ഈ ഒരു കർവിൽ നിന്നാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോ എന്താണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡെപ്ത് എന്താണ്, ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താണ് എന്നുള്ള രീതിയിൽ പഠിക്കും. സോ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറയട്ടെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം. നിങ്ങൾ ഈ കർവ് നോക്കി, ഈ കർവിൽ ഏറ്റവും മിനിമം സ്പെസിഫിക് എനർജി ഉള്ള പോയിന്റ് ഏതാണ്? ഇതാണ് അല്ലെ. ഈ ഒരു പോയിന്റ് ആണ് സ്പെസിഫിക് എനർജി ഏറ്റവും മിനിമം ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഇതാണ് ഈ മിൻ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിൽ വരുന്ന ആ ഒരു വാല്യൂ ആണ് എന്ത് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. സോ critical depth is defined as the depth of flow at which specific energy is minimum. Okay, അപ്പോൾ സ്പെസിഫിക് എനർജി മിനിമം ആയിട്ടുള്ള ആ ഒരു സെക്ഷൻ, ആ ഒരു വാല്യൂ കറസ്പോണ്ടിങ് വൈ ആക്സിസിൽ വരുന്ന, കാരണം ഡെപ്ത് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലാണ്. സോ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് വിച്ച് ദ സ്പെസിഫിക് എനർജി ഈസ് മിനിമം. അപ്പൊ സ്പെസിഫിക് എനർജി മിനിമം വരുന്ന ആ ഒരു പോയിന്റ്, അത് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസ് വരുമ്പോഴത്തേക്കും അതാണ് ക്രിട്ടിക്കൽ ഡെപ്ത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എന്താണ്? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എച്ച് സി. ഓക്കെ, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എച്ച് സി. ഓക്കെ, then H1, അതിനകത്ത് 2-3 ഡെപ്തും കൂടെ ഉണ്ട്. ഈ സിക്ക് ഇതാണ് നമ്മുടെ സ്പെസിഫിക് എനർജിയുടെ പോയിന്റ് അല്ലെ, മിനിമം സ്പെസിഫിക് എനർജിയുടെ പോയിന്റ്. ഇതിനകത്ത് 2 പോയിന്റോടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് ജി, ഒന്ന് എച്ച്. ഓക്കെ, എന്താണ് ജിന്റെ എച്ചിന്റെ സിഗ്നിഫിക്കൻസ്? എന്താണ് ജിന്റെ എച്ചിന്റെ സിഗ്നിഫിക്കൻസ്? എന്താണ് ജിയും എച്ച് എന്ന് പറഞ്ഞാൽ വിച്ച് പോസസ് സെയിം സ്പെസിഫിക് എനർജി അല്ലെ. സെയിം സ്പെസിഫിക് എനർജിയാണ് ഈ ജി എന്ന് പറഞ്ഞ പോയിന്റും എച്ച് എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെ. ബട്ട് ഡെപ്ത് ആർ ഡിഫറെന്റ് അല്ലെ. രണ്ടും 2 ഡെപ്ത് ആണ്, പക്ഷേ ഇതിന്റെ സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഒരു സ്പെസിഫിക് എനർജി തന്നെ, പക്ഷേ ഡിഫറെന്റ് ഡെപ്ത്. അങ്ങനെയുള്ള ആ ഡെപ്തിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എച്ചിലും അതുപോലെ ജിയിലും ഒരു ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് H1 എന്ന് പറയുന്നത്. H1 ഡെപ്തിലാണ് ജി ഇരിക്കുന്നത്, H2 ഡെപ്തിലാണ് എന്തിരിക്കുന്നത്? ഈ പറയുന്ന എച്ച് ഇരിക്കുന്നത്. സോ when H1 is less than Hc, that flow is called supercritical. That depth is called supercritical depth. Okay, that is H1 less than Hc ആണെങ്കിൽ എന്താണ്? സൂപ്പർ ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരിക്കും. അതായത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവ് ഡെപ്ത് വരുന്ന ആ ഒരു ഫ്ലോനെ, ആ ഒരു ഡെപ്തിനാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അപ്പൊ ക്രിട്ടിക്കൽ ഡെപ്തിന് താഴെ ഡെപ്ത് വരുന്ന ആ ഒരു ഇതിനെ സൂപ്പർ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോ എന്തായിരിക്കും? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ഓക്കെ, ആൻഡ് വെൻ H2 ഗ്രേറ്റർ ദാൻ Hc, നമുക്ക് ഞാൻ നോക്കി അറിയാം ഈ എച്ച് എന്ന് പറഞ്ഞത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും മുകളിലുള്ള പോയിന്റ് ആണ്. സോ വി നോ ദാറ്റ് H2 ഈസ് ഗ്രേറ്റർ ദാൻ Hc, ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഫ്ലോ, ദാറ്റ് ഡെപ്ത് ഈസ് കോൾഡ് സബ് ക്രിട്ടിക്കൽ ഡെപ്ത്. അപ്പൊ സബ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ H2 ഗ്രേറ്റർ ദാൻ Hc ആയിരിക്കും. സോ
ഇതും നമുക്ക് ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം. സോ എന്താണ് പറയുന്നത്, we have a depth called critical depth, and this is defined as the depth of flow at which the specific energy is minimum. Specific energy minimum conditionil ആ ഒരു ഉള്ള depth of flow ആണ് നമ്മൾ critical depth എന്ന് പറയുന്നത്. and subcritical depth എന്താണ്, if the critical depth is less than subcritical depth എന്ന് പറഞ്ഞാൽ എന്താണ്, the depth at which it is greater than critical depth അല്ല, depth of flow എന്ന് പറയുന്നത് greater than critical depth ആണെങ്കിൽ അതിനെ subcritical depth എന്ന് പറയും. and the depth of flow is the critical depth is less than the depth of flow is less than critical depth എന്നാണെങ്കിൽ എന്താണ് അത്, സൂപ്പർ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. ഓക്കെ, അപ്പൊ H1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ H3 and H2 ഗ്രേറ്റർ ദാൻ H. ഓക്കെ, അപ്പൊ അതാണ് സബ് ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ. ഓക്കെ, നമ്മൾ നേരത്തെ ഫ്രൂട്ട് നമ്പർ ബേസ് ചെയ്ത് പറഞ്ഞായിരുന്നു. ഫ്രൂട്ട് നമ്പർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്, ക്രിട്ടിക്കൽ ഫ്ലോ. ഫ്രൂട്ട് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ. ആൻഡ് ഫ്രൂട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ആൻഡ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ നമ്മൾ ട്രയാങ്കിൾ ഫ്ലോ എന്ന് പറഞ്ഞു, സ്ട്രീമിംഗ് ഫ്ലോ എന്ന് പറഞ്ഞു. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ നമ്മൾ റാപ്പിഡ് ഫ്ലോ എന്ന് പറഞ്ഞു, ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറഞ്ഞു, ടൊറൻഷ്യൽ ഫ്ലോ എന്ന് കൂടി പറഞ്ഞു. ഓക്കെ, അപ്പൊ നെയിംസും കാര്യങ്ങളൊക്കെ ഓർത്തോട്ട് പഠിക്കാം. ഓക്കെ, ദെൻ ക്രിട്ടിക്കൽ ഡെപ്ത് ഫോർ ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഇക്വേഷൻ ആണ്. ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഇക്വേഷൻ എന്താണ്, HC is equal to Q square by G whole raised to 1/3. Q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. So HC is equal to Q square by G whole raised to 1/3. Okay, depth of flow HC എന്ന് പറഞ്ഞാൽ critical depth HC. Okay, Q square by G whole raised to 1/3. And one more equation is there, condition for critical depth. അപ്പൊ ഇത് നമ്മൾ ഡെറൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ Q square by G is equal to AQ by T. Q square by G is equal to AQ by T. Okay, then critical velocity. Critical velocity root of G into HC തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് അതേപോലെ തന്നെ പഠിക്കാം. ആൻഡ് മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ HC plus HC cube into 2HC square. ഓക്കെ, മിനിമം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഓണം വെരിഫൈ ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ ഇത്ര ഇക്വേഷൻസ് പഠിക്കാം. ഇനി അടുത്തത് മിനിമം സ്പെസിഫിക് എനർജി ഫോർ എ റെക്ടാങ്കുലർ ചാനലും ട്രയാങ്കുലർ ചാനലും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കാരണം ചിലപ്പോൾ ചോദിക്കാം, ന്യൂമറിക്കൽസ് ചോദിക്കാം കേട്ടോ. ഈ പോർഷനിൽ ന്യൂമറിക്കൽസ് ചോദിക്കാം. അതായത് വാട്ട് ഇസ് മിനിമം സ്പെസിഫിക് എനർജി ഫോർ എ റെക്ടാങ്കുലർ ചാനൽ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഡെപ്ത്, ക്രിട്ടിക്കൽ ഡെപ്ത് തന്നിട്ട് ചോദിക്കാം. അപ്പൊ റെക്ടാങ്കുലർ ചാനൽ ആണെങ്കിൽ ജസ്റ്റ് എന്താ, സിംപ്ലി EC is equal to 1.5 IC and ട്രയാങ്കുലർ ആണെങ്കിലോ EC is equal to 1.25 YC. YC എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെപ്ത് ഓഫ് ദി ഫ്ലോ ആട്ടോ. നമ്മൾ നേരത്തെ H ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ Y ഉം H നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കും. ഡെപ്ത് ഓഫ് ഫ്ലോ തന്നെയാണ്. ഓക്കെ, സോ 1.5 ഉം 1.25. റെക്ടാങ്കുലർ ആണെങ്കിൽ 1.5 YC, ട്രയാങ്കുലർ ആണെങ്കിൽ മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ 1.25 YC. ഇത് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, നൗ we have another important topic, that is hydraulic jump. ഓക്കെ, അപ്പൊ എന്താണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ ഹൈഡ്രോളിക് ജമ്പിന്റെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. ഡാമിന്റെ സ്പിൽവേസിൽ കൂടെ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ സ്പിൽവേസിൽ കൂടെ നമ്മൾ ഷട്ടർ തുറന്നു കഴിയുമ്പോഴത്തേക്കും സ്പിൽവേസിൽ കൂടെ വളരെ ഹൈ വെലോസിറ്റിയിൽ ഫ്ലോ വരുവാണ്. ഓക്കെ, സ്പിൽവേസിൽ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ജസ്റ്റ് ഷട്ടർ അങ്ങ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ, ഹൈ വെലോസിറ്റിയിലാണ് ഇത് എന്താണ് ഈ ഒരു ഫ്ലോ നടക്കുന്നത്. ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്നത്, സ്പിൽവേയിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്നത് ഹൈ വെലോസിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഫ്ലോവിനാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് അല്ലെങ്കിൽ ഇതെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ ആണ്. അപ്പൊ ആ ഒരു അവിടെ ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ തന്നെ, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ റൈസ് ഇൻ
level of water when the water transforms its supercritical form into subcritical one. Okay, അതായത് രണ്ട് സെക്ഷൻ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ. ഇപ്പോൾ ഒരു ഡാമിന്റെ സ്പിൽവേ കൂടെ ഫ്ലോ ചെയ്ത് വരുന്നു. ഫ്ലോ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താണ് ഈ ഒരു ഫ്ലോ ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു സ്പിൽവേയുടെ ഡിസൈൻ അങ്ങനെയാണ്. അതായത് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ആണ്. ഓക്കെ, അപ്പൊ അവൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താണ് ഈ ഒരു സെക്ഷൻ 1 നോക്കി അറിയാം അതിന്റെ ഡെപ്ത് ഓഫ് ദി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറവാണ് കമ്പയർഡ് ടു സെക്ഷൻ 2. ഓക്കെ, അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് സബ് ക്രിട്ടിക്കൽ അല്ല സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അതാണ് എന്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്ന ആ ഒരു റൈസ് ഇൻ വാട്ടർ ലെവലിനാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആ ഒരു എനർജി ഡിസിപ്പേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി ഡിസിപ്പേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോം ചെയ്ത് സബ് ക്രിട്ടിക്കലിലേക്ക് നമ്മൾ ആ ഒരു ഫ്ലോയിനെ, അപ്പൊ സൂപ്പർ ക്രിട്ടിക്കലിൽ ആ ഒരു ഫ്ലോ ഉള്ളുമ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ടൊറൻഷ്യൽ ഫ്ലോ നമ്മൾ അതിനെ പറയുന്നത്, അല്ലെങ്കിൽ റാപ്പിഡ് ഫ്ലോ എന്ന് അതിനെ പറയുന്നത് നമ്മൾ. അപ്പൊ ആ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും, ഹൈ എനർജി ഫ്ലോ ആയിരിക്കും അല്ലെ. ആ ഹൈ എനർജീനെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിസിപ്പേറ്റ് ചെയ്യണം. ആ എനർജി ഡിസിപ്പേഷൻ നടക്കണം. ഡിസിപ്പേഷൻ നടന്ന് ആ ഫ്ലോ നോർമൽ ആവണം. മനസ്സിലായില്ലേ? ആ ഫ്ലോ നോർമൽ ആവണം. ആ നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് ലെവൽ ഓഫ് ഫ്ലോ ആയിരിക്കണം ആവണം. അപ്പൊ അങ്ങനെ ആവേണ്ട അങ്ങനെ ആവുന്ന ആ ഒരു സ്റ്റേജ് അല്ലെ, അതാണ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ട്രീമിംഗ് ഫ്ലോ അല്ലെങ്കിൽ ട്രാങ്കിൾ ഫ്ലോ നമ്മൾ അതിന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഫ്ലോ ആണ്. അപ്പൊ ആ ഒരു നോർമൽ ഫ്ലോയിലേക്ക് നമ്മൾ ആ ഒരു ഈ പറയുന്ന ഹൈ സ്പീഡിൽ വരുന്ന ആ ഒരു ഫ്ലോനെ നമ്മൾ ഒരു നോർമൽ ഫ്ലോ ആയിട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ അതിന് ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന സ്പിൽവേസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ആ ഷേപ്പ് എന്ന് പറഞ്ഞാൽ OG സ്പിൽവേ എന്ന് പറയുന്നത്, നമ്മൾ OG ഷേപ്പ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ പ്രൊഫൈലിന്റെ അതേ ഫ്ലോ ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് നമ്മൾ അതിന് ഈ സ്പിൽവേസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ എനർജി ഡിസിപ്പേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ ചെയ്യണം. ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ ചെയ്താലേ ആ ഒരു എനർജി ഡിസിപ്പേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ വരുന്ന ഹൈ സ്പീഡ് വെലോസിറ്റിനെ എത്രയും പെട്ടെന്ന് നോർമൽ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ആണ് ഈ പറയുന്ന സ്പിൽവേസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? ഒക്കെ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഒക്കെ ചെയ്യേണ്ടത്? എന്നാലേ എനർജി ഡിസിപ്പേഷൻ നടന്നത് നോർമൽ ഫ്ലോ ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സൂപ്പർ ഫ്ലോയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഫ്ലോ ചെയ്യുന്ന ഒരു വാട്ടർ, അത് എന്താണ്? സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആവുകയാണ്. ഓക്കെ, അപ്പൊ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആവുമ്പോൾ നടക്കുന്ന ആ ഒരു ഫ്ലോ ആവുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റൈസ് ഇൻ വാട്ടർ ലെവൽ, അതാണെന്ത്? ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡെപ്ത് ഓഫ് ദി ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് സോ അതാണ് സംഭവം. അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വി ക്യാൻ സേ ദാറ്റ് ഹൈഡ്രോളിക് ജമ്പ് ഈസ് എ ഡിസിപ്പേറ്റർ ഓഫ് എക്സ്ട്രാ എനർജി ഓഫ് വാട്ടർ. എക്സ്ട്രാ എനർജി ഓഫ് വാട്ടർ ഡിസിപ്പേറ്റ്, ആ എനർജി ഡിസിപ്പേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഹൈഡ്രോളിക് ജമ്പ് ഒക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? y2 - y1 എന്ന് വെച്ചാൽ സെക്ഷൻ 1 y1 എന്ന് പറയുന്നത്, y2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 ഡെപ്ത്, ദാറ്റ് ഈസ് സബ് ക്രിട്ടിക്കൽ ഡെപ്ത് മൈനസ് സൂപ്പർ y2 - y1. അതാണ് ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഇനി എനർജി ലോസ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇക്വേഷൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 1 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു, എനർജി ലോസ് ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. അപ്പൊ എനർജി ലോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ PWD അല്ല ഇറിഗേഷൻ ഏതൊരു എക്ക് ചോദിച്ചായിരുന്നു കഴിഞ്ഞ 2019. ഓക്കെ, നമ്മൾ ഇപ്പൊ എഴുതിയ എക്സാമിന്. അപ്പൊ എനർജി ലോസ് ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്, അതിനകത്ത് y2 - y1 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4y1 y2. y1 y2 എന്ന് പറഞ്ഞാൽ y1 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1 ഡെപ്ത്, y2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 ഡെപ്ത്. സോ y2 - y1 ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4y1 y2. അതാണ് എന്ത്? എനർജി ലോസ് ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തായാലും പഠിക്കണം. ഓക്കെ, ആൻഡ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്? ഹൈഡ്രോളിക് ജമ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 to 7 ടൈംസ് ദി ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ 5 to 7 ടൈംസ് ദി ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ഓക്കെ, ഒരു കാര്യം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംസ് എന്ന് പറഞ്ഞാൽ പല ഫ്രൂട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോളിക് ജംസ് ക്ലാസിഫൈ ചെയ്യാം.
ഇതും തവണ ചോദിച്ചേക്കുന്നതാണ്, ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ടതാണ്. ആ ഫിഗർ നോക്കി അറിയാം. ഫ്ലൂയിഡ് നമ്പർ 1 to 1.7 ആണെങ്കിൽ അണ്ടുലാർ ജംസ് നമ്മൾ പറയുന്നത്. ഓക്കെ, 1.7 to 2.5 ആണെങ്കിൽ വീക്ക് ജം. ഫ്ലൂയിഡ് നമ്പർ 2.5 to 4.5 ആണെങ്കിൽ ഓസിലേറ്റിംഗ് ജം, ആൻഡ് 4.5 ആണെങ്കിൽ സ്റ്റഡി ജം, ആൻഡ് ഫ്ലൂയിഡ് നമ്പർ 9 ആണെങ്കിൽ സ്ട്രോങ് ജംപ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഫ്ലൂയിഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനർഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. അപ്പൊ ഇനർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനർഷ്യ ഫോഴ്സ് കൂടുന്തോറും എന്താണ് ജമ്പ് ഇങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും, അതാണ് മീൻ ചെയ്യുന്നത്. സോ 1 to 1.7 അണ്ടുലാർ ജം, 1.7 to 2.5 weak jump, 2.4 to 4.5 oscillating jump, 4.5 to 9 steady, and 9 is strong jump. ഓക്കെ, ഗ്രാജുവലി വേരിയേറ്റ് ഫ്ലോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ എനിവൺ? ഹലോ, ഇല്ല സർ. ഓക്കെ, സോ then we can wind up. Thank you. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir.